മന്ത്ര. കഥാസമ്രാട്ട് പ്രേംചന്ദിൻ്റെ ഈ കഥയെ ഒറ്റ വാക്കിൽ വിശേഷിപ്പിച്ചാൽ അതിങ്ങനെയാകാം: എക് ബെഹത്തർ ദുനിയാ കാ മന്ത്ര. ഈ ലോകത്തെ ഒന്നുകൂടി മനോഹരമാക്കാൻ ഉതകുന്ന ഒരു ഒറ്റമൂലി മന്ത്രം. മന്ത്രങ്ങൾക്ക് നമ്മുടെ ഇന്ത്യൻ ഫിലോസഫിയിൽ വളരെയധികം പ്രാധാന്യമുണ്ട്. എടുത്തു പറയുകയാണെങ്കിൽ ഹിന്ദു ഫിലോസഫിയിൽ മന്ത്രങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. അത് വൈദിക് മന്ത്രമാകാം, താന്ത്രിക് മന്ത്രങ്ങളാകാം, അത് ഗായത്രി മന്ത്രമാകാം, ഈശ്വരനും സൂര്യനും അർപ്പിക്കുന്ന ഗായത്രി മന്ത്രം, അല്ലെങ്കിൽ മഹാമൃത്യുഞ്ജയ മന്ത്രം. അങ്ങനെ ഈ മന്ത്രങ്ങൾക്ക് നമ്മുടെ ഇന്ത്യൻ ഫിലോസഫിയിൽ വളരെയധികം സ്ഥാനമുണ്ട്. അപ്പോൾ കഥാസമ്രാട്ട് പ്രേംചന്ദ് തൻ്റെ ഈ കഥയ്ക്ക് മന്ത്ര എന്ന പേരാണ് കൊടുത്തിരിക്കുന്നത്. മന്ത്ര കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ ഒരു ദുനിയ, ഈ ഒരു ലോകത്തെ ഒന്നും കൂടെ മനോഹരമാക്കാൻ പറ്റിയ ഒരു ഉപദേശം, ഒരു മെസ്സേജ് ഈ ഒരു സ്റ്റോറിയിലുണ്ട്, ഒരു മന്ത്രരൂപേണ. നമുക്ക് നോക്കാം ഈ കഥ എന്താണ് കൺവേ ചെയ്യുന്നത്. പ്രേംചന്ദ് 1920s 30s വളരെ സജീവമായി എഴുതിക്കൊണ്ടിരുന്ന ഒരു എഴുത്തുകാരനാണ്. അന്നും ഇന്നും ഹിന്ദി സാഹിത്യ ലോകത്ത് അദ്ദേഹത്തിൻ്റെ കഥാസമ്രാട്ട് എന്ന ആ ഒരു പദവിക്ക് ഒരു കോട്ടവും തട്ടിയിട്ടില്ല. വാരണാസിയിൽ ലംഹി എന്ന ഒരു ഗ്രാമത്തിൽ വളരെ സാധാരണ കുടുംബത്തിൽ ജനിച്ച വ്യക്തിയായിരുന്നു പ്രേംചന്ദ്. ജീവിതത്തിൽ വളരെയധികം കഷ്ടപ്പാടുകൾ അനുഭവിച്ച് അതെല്ലാം അതിജീവിച്ച് പാവപ്പെട്ട കർഷകൻ്റെയും തൊഴിലാളിയുടെയും വക്താവായി മാറിയ പ്രേംചന്ദിന് ഹിന്ദി സാഹിത്യ ലോകത്തൊരു വളരെ പ്രാധാന്യമർഹിക്കുന്ന സ്ഥാനമുണ്ട്. പ്രേംചന്ദ് എന്ന വ്യക്തിയെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ എഴുത്തിനെക്കുറിച്ച് പലപ്പോഴായി ഞാൻ പല വീഡിയോസും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇവയെല്ലാം അതിൽ പെടുന്നവയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഡീപ്പായിട്ട് ആ ഒരു ഓഥറിനെ മനസ്സിലാക്കണമെങ്കിൽ ഇത് കാണാം. ഇന്ന് നമ്മൾ ആസ്വദിക്കാൻ പോകുന്നത് മന്ത്ര എന്ന കഥയാണ്. നോക്കാം ഈ കഥയിലൂടെ എന്ത് മന്ത്രമാണ് എഴുത്തുകാരൻ കാഴ്ചവെക്കുന്നത്. संध्या का समय था. डॉक्टर चड्ढा गोल्फ खेलने के लिए तैयार हो रहे थे. मोटर द्वार के सामने खड़ी थी कि दो कहार एक डोली लिए आते दिखाई दिए. കഥ തുടങ്ങുന്നത് ഒരു സന്ധ്യാസമയം. ഡോക്ടർ ചഡ്ഢ, അദ്ദേഹം ഈ ഒരു സ്റ്റോറിയിലെ ഒരു പ്രമുഖ കഥാപാത്രമാണ്. ഈ പേരുകൾ നിങ്ങൾ ഓർത്തിരിക്കണം. ഓക്കെ, ഡോക്ടർ ചഡ്ഢ അദ്ദേഹം ഗോൾഫ് കളിക്കാൻ പോകാനുള്ള ഒരു പുറപ്പാടിലാണ്. ഗോൾഫ് അന്നും ഇന്നും ഒരു പണക്കാരൻ്റെ ഒരു കളിയായിട്ടാണ് അറിയപ്പെടുന്നത്. അപ്പം ഗോൾഫ് ബ്രിട്ടീഷുകാരുടെ ഒരു കൾച്ചറിൻ്റെ ഒരു ഭാഗമാണ്. നല്ല സാമ്പത്തിക സ്ഥിതിയുള്ളവർ അന്ന് കളിച്ചിരുന്ന ഒരു കളിയാണ്. അത് കളിക്കാൻ ഡോക്ടർ ചഡ്ഢ പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. മോട്ടർ ദ്വാർ കെ സാമനെ ഖടി थी कि दो कहार एक डोली लिए आते दिखाई दिए. കഹാർ എന്ന് പറയുമ്പോൾ എന്താ, ഇതാണ് ഡോളി അല്ലേ? ഡോളി സജാക്കി റഖ്ന, ആ പാട്ട് കേട്ടിട്ടില്ലേ? ഇപ്പോൾ ഡോളി എന്ന് പറയുമ്പോൾ ഇങ്ങനെ നമ്മൾ പൊക്കിയെടുത്തുകൊണ്ട്, അന്നത്തെ കാലത്തൊക്കെ പൊക്കിയെടുത്തുകൊണ്ട് അതിൻ്റെ അകത്ത് നമ്മൾ ഇരുത്തിയിട്ട് പൊക്കിയെടുത്തുകൊണ്ട് പോകുന്ന സാധനമാണ് ഡോളി. അത് പൊക്കുന്ന ആൾക്കാരെയാണ് കഹാർ എന്ന് വിളിക്കുന്നത്. അന്നത്തെ കാലത്ത് ഈ തൊഴിലനുസരിച്ച് ഓരോ പേരുകൾ വിളിക്കും. രണ്ട് കഹാർ ഒരു ഡോളിയും എടുത്തുകൊണ്ട് ഇങ്ങോട്ട് വരികയാണ് ഡോക്ടർ ചഡ്ഡയുടെ മുറ്റത്തേക്ക്. ഡോളി के पीछे एक बूढ़ा लाठी टेकता चला आता था. ഡോളി ഔഷധാലയ के सामने आकर रुक गई. അപ്പോൾ ഈ ഡോളി ഇങ്ങനെ പൊക്കിക്കൊണ്ട് വരുന്നു, അതിൻ്റെ പുറകിലൊരു വയസ്സായ വ്യക്തി ഓടി വരികയും ചെയ്യുന്നുണ്ട്. ഡോക്ടറിൻ്റെ ഔഷധാലയ, ഡോക്ടറിൻ്റെ ആ ഒരു ക്ലിനിക്കിൻ്റെ മുമ്പിലെത്തി വണ്ടി നിന്നു. बूढ़े ने धीरे धीरे आकर द्वार पर पड़ी हुई चिक से झांका. ऐसी साफ सुथरी ज़मीन पर पैर रखते हुए भय हो रहा था कि कोई घुड़क न बैठे. അപ്പോൾ ആ പാവപ്പെട്ട വ്യക്തി വന്ന് ഡോക്ടറിൻ്റെ വീട്ടിലേക്ക് എത്തി നോക്കി. അപ്പം വളരെ ക്ലീനായിട്ടുള്ള സാഫ് സുത്രി ജമീൻ, ഫ്ലോറൊക്കെ നല്ല ക്ലീൻ, വളരെ നല്ല ഒരു ഡോക്ടറിൻ്റെ വീടാണ്. വളരെ മനോഹരമായിട്ട് കീപ്പ് ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അകത്തോട്ട് കയറാൻ ആ പാവപ്പെട്ട മനുഷ്യന് ഭയം തോന്നി. ആരെങ്കിലും ഗുഡക്ന ബൈഠേ, ആരെങ്കിലും വഴക്ക് പറഞ്ഞാലോ. ഡോക്ടർ സാഹബ് को खड़े देख कर भी उसे कुछ कहने का साहस न हुआ. डॉक्टर साहब ने चिक के अंदर से गरज कर कहा, कौन है, क्या चाहता है. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു മറയുണ്ട്, കർട്ടൻ എന്ന് പറയാം, ചിക്ക്. അതിൻ്റെ മറയിൽ നിന്ന് ഡോക്ടറിന് മനസ്സിലായി ആരോ വന്നിട്ടുണ്ട്. അപ്പം ഒരുമാതിരി ഒരു ദേഷ്യസ്വരത്തിൽ ചോദിക്കും, ആരാണ്, എന്ത് വേണം. ഹുസൂർ ബഡാ ഗരീബ് ആദ്മി ഹൂँ,
മേരാ ലടുക്ക കൈ ദിൻ സെ. അപ്പോൾ ഈ പാവപ്പെട്ട മനുഷ്യൻ രണ്ട് കൈയും കൂപ്പി, കാരണം ഡോക്ടറിനെ ഒരു ഈശ്വരന് തുല്യമായാണ് ഈ വ്യക്തി കാണുന്നത്. ഹുസൂർ ബഡാ ഗരീബ് ആദ്മി ഹൂँ, മേരാ ലടുക്ക കൈ ദിൻ സെ. എൻ്റെ മകൻ കുറേ ദിവസമായിട്ട് അപ്പം നാച്ചുറലി സുഖമില്ലാതെ കിടക്കുമെന്നാണ് പറഞ്ഞു വരുന്നത്. ഡോക്ടർ സാഹബ് ने सिगार जलाकर कहा, कल सवेरे आओ, कल सवेरे, हम इस वक्त मरीजों को नहीं देखते. നാളെ വാ, എന്തായാലും നാളെ വാ, ഈ സമയത്ത് ഞാൻ പേഷ്യൻസിനെ നോക്കാറില്ല. बूढ़े ने घुटने टेक कर ज़मीन पर सिर रख दिया और बोला, दुहाई है सरकार की, लड़का मर जाएगा. हुजूर 4 दिन से आंखें नहीं खोली. 4 ദിവസമായി അവൻ കണ്ണ് തുറക്കുന്നില്ല. ഡോക്ടർ ഇപ്പം എന്നെ അങ്ങ് തഴയുവാണെങ്കിൽ എൻ്റെ കുട്ടി മരിച്ചു പോവും. डॉक्टर चड्डा ने कलाई पर नज़र डाली. केवल 10 मिनट समय और बाकी था. गोल्फ स्टिक खूंटी से उतारते हुए बोले, कल सवेरे आओ, कल सवेरे, यह हमारे खेलने का समय है. അപ്പോൾ ഡോക്ടർ വാച്ച് നോക്കി, കയ്യിലിട്ടിരുന്ന വാച്ച് നോക്കി, 10 മിനിറ്റ് കൂടെ ഉള്ളി, ഇനി അയാൾക്ക് പോകാൻ സമയമായി. ഗോൾഫ് സ്റ്റിക്ക് എടുത്തു. ഗോൾഫ് സ്റ്റിക്ക് ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട് മതിലിൽ നിന്ന്, അതെടുത്തു. കൽ സവേരെ ആവോ, കൽ സവേരെ, ഈ സമയത്ത് ഞാൻ ആരെയും നോക്കാറില്ല. बूढ़े ने पगड़ी उतार कर चौखट पर रख दी और रो कर बोला, हुजूर एक निगाह देख लें, बस एक निगाह, लड़का हाथ से चला जाएगा हुजूर. 7 लड़कों में यही एक बच रहा है. हुजूर हम दोनों आदमी रो रो कर मर जाएंगे सरकार, आपकी बढ़ती होए दीन बंधु. അപ്പോൾ ആ വ്യക്തി തൻ്റെ വിഷമതകളെല്ലാം പറയും. 7 മക്കളുണ്ടായിട്ട് ഈ ഒരു കുട്ടി മാത്രമേ ഞങ്ങൾക്ക് ജീവനോടെ ഉള്ളൂ. അപ്പോൾ അന്നത്തെ കാലത്തൊക്കെ ഒരുപാട് ചൈൽഡ് ഡെത്ത്സ് ഒരുപാട് നടക്കുന്ന ഇതാണ്. ഈ ഒരു കുട്ടി ഞങ്ങളുടെ ഏക ആശ്രയമാണ്. ഇവനൂടെ എന്തെങ്കിലും സംഭവിച്ചാൽ ഞാനും എൻ്റെ ഭാര്യയും കരഞ്ഞ് ജീവിതകാലം മുഴുവനും ഞങ്ങളുടെ ബർബാദാവും. ജീവിതകാലം മുഴുവനും ഞങ്ങളുടെ കരച്ചിലേ കാണുകയുള്ളൂ. ऐसे उज्जड़ देहाती यहाँ प्रायः रोज़ आया करते थे. डॉक्टर साहब उनके स्वभाव से खूब परिचित थे. कोई कितना ही कुछ कहे पर वे अपनी ही रट लगाते जाएंगे. അപ്പം ഇങ്ങനത്തെ അറിവില്ലാത്ത വിവരമില്ലാത്ത രോഗികൾ സ്ഥിരം ഇവിടെ വരാറുണ്ട്. അതുകൊണ്ട് ഡോക്ടർ ചഡ്ഡയ്ക്ക് അറിയാം എത്ര പറഞ്ഞാലും മനസ്സിലാവാത്ത കുറേ ആൾക്കാരുണ്ട്. അതുകൊണ്ട് അയാൾക്ക് ഈ ഒരു വ്യക്തിയോട് ഒരു മമതയും തോന്നിയില്ല. किसी की सुनेंगे नहीं, धीरे से चिक उठाई और बाहर निकलकर मोटर की तरफ चले. बूढ़ा यह कहता हुआ उनके पीछे दौड़ा, सरकार बड़ा धर्म होगा, हुजूर दया कीजिए, बड़ा दीन दुखी हूँ, संसार में कोई और नहीं है बाबूजी. അപ്പം ഡോക്ടർ ഇയാൾ പറയുന്ന ഒന്നും വകവെക്കാതെ ഗോൾഫ് കളിക്കാൻ തൻ്റെ വണ്ടിയിൽ കയറി അങ്ങ് പോയി. പുറകെ ഓടി ഈ വ്യക്തി പാവപ്പെട്ടവനാണ്, എനിക്കാരുമില്ല, എനിക്ക് കുട്ടിയേ ഉള്ളൂ എല്ലാം പറയുന്നു. പക്ഷെ ഡോക്ടർ അത് ചെവി കൊണ്ടില്ല. मगर डॉक्टर साहब ने उसकी ओर मुंह फेर कर देखा तक नहीं. मोटर पर बैठ कर बोले, कल सवेरे आना. ഇത് തന്നെ ഡോക്ടർ പറഞ്ഞു, നാളെ വരൂ. मोटर चली गई. बूढ़ा कई मिनट तक मूर्ति की भांति निश्चल खड़ा रहा. संसार में ऐसे मनुष्य भी होते हैं जो अपने आमोद प्रमोद के आगे किसी की जान की भी परवाह नहीं करते. शायद इसका उसे अब भी विश्वास न आता था. ഈ ലോകത്ത് ഇങ്ങനെയും മനുഷ്യരുണ്ടോ? തനിക്ക് കളിക്കാനുണ്ട്, തൻ്റെ എൻ്റർടൈൻമെൻ്റ് ആണെന്നും പറഞ്ഞ് ഒരാളുടെ ജീവന് വില വെക്കാത്ത വ്യക്തികളുണ്ടോ? सभ्य संसार इतना निर्मम, इतना कठोर है, इसका ऐसा मर्मभेदी अनुभव अब तक न हुआ था. അപ്പോൾ ഈ വ്യക്തി ഈ ലോകത്തെ ഒരു സഭ്യ, ഒരു കൾച്ചേർഡ്, ഒരു സിവിലൈസ്ഡ് ലോകമായിട്ടാണ് കണ്ടിരുന്നത്. പക്ഷേ ഇങ്ങനത്തെ ലോകത്ത് ഇങ്ങനെയും മനുഷ്യരുണ്ടോ? അതും ഒരു ഡോക്ടർ, ഇങ്ങനെ ഒരാൾ മരിക്കാൻ പോകുന്നു, ഒരു കുട്ടി, അതും ഞങ്ങളുടെ ഏക ആശ്രയം എന്ന് പറഞ്ഞിട്ട് പോലും തൻ്റെ പ്രൊഫഷനേക്കാളും തൻ്റെ എൻ്റർടൈൻമെൻറ്റിന് കൂടുതൽ വില കൽപ്പിക്കുന്ന ഒരു വ്യക്തി. വഹ ഉൻ പുരാനെ ജമാനെ കി ജീവോ മേ था जो लगी हुई आँख को बुझाने, मुर्दे को कंधा देने, किसी के छप्पर को उठाने और किसी कलह को शांत करने के लिए सदैव तैयार रहते थे. അപ്പോൾ ഈ വന്ന വ്യക്തി
പുരാണേ ജമാനെ കാ ഥാ, പഴയ ചിന്താഗതിയുള്ള വ്യക്തിയായിരുന്നു. അവരെങ്ങനെയായിരുന്നു? ലഗി ഹുയി ആഗ് കോ ബുझാനെ, എവിടെയെങ്കിലും തീ പിടിച്ചാൽ തൻ്റെ ജീവൻ കളഞ്ഞത് അണയ്ക്കാൻ ശ്രമിക്കും. അതുപോലെ മുർദേക്കോ കന്ധാദിനെ, ആരെങ്കിലും മരിച്ചാൽ ഓടിപ്പോയി ശവം പൊക്കിക്കൊണ്ട് പോകാൻ ഹെൽപ്പ് ചെയ്യും. കിസി കെ ഛപ്പർക്കോ ഉഠാനെ, ആരുടെയും വീട്ടിലെ മേൽക്കൂര മെയ്യാനുണ്ടെങ്കിൽ, അങ്ങനെ വളരെ ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉള്ള ഒരു വ്യക്തിയായിരുന്നു ഈ കുട്ടിയും കൊണ്ട് വന്ന ഈ വ്യക്തി. അതുകൊണ്ട് അയാൾക്ക് ഇങ്ങനെ ഒരു മനുഷ്യന് ഈ സഭ്യമായ അറിയപ്പെടുന്ന സഭ്യമെന്ന് പറയപ്പെടുന്ന ലോകത്ത് ഇങ്ങനെയും മനുഷ്യർ ചെയ്യുമോയെന്ന് അയാൾക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. जब तक बूढ़े को मोटर दिखाई दी वह खड़ा टकटकी लगाए उस ओर ताकता रहा. शायद उसे अब भी ഡോക്ടർ സാഹബ് കെ ലോട്ട് ആനെ കി ആശാ ഥി. അപ്പം ഡോക്ടർ ആ വണ്ടിയിൽ കയറി അങ്ങ് പോയി. ആ വണ്ടി കാണാമറയത്താവുന്നത് വരെ ഈ വ്യക്തി ആ വണ്ടിയെ നോക്കിക്കൊണ്ടേ നിന്നു. കാരണം ഇയാളുടെ മനസ്സിൽ എങ്ങോ ഒരു ചിന്ത ഉണ്ടായിരുന്നു, ആ ഡോക്ടറിന് ഒരു പശ്ചാത്താപം വന്ന് തിരിച്ചു വരുമായിരിക്കും. फिर उसने कहारों से डोली उठाने को कहा. डोली जिधर से आई थी उधर ही चली गई. चारों ओर से निराश होकर वह डॉक्टर चड्ढा के पास आया था. इनकी बड़ी तारीफ सुनी थी. यहाँ से निराश होकर फिर वह किसी दूसरे डॉक्टर के पास न गया. വളരെ ആശ വെച്ചിട്ടാണ് ഈ ഒരു ഡോക്ടറിൻ്റെ അടുത്ത് വന്നത്. ഡോക്ടർ ചഡ്ഡയെ പറ്റി ഒരുപാട് ഇയാൾ കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഡോക്ടർ ചഡ്ഡ ഇങ്ങനെ പെരുമാറി കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് പിന്നെ ഈ ലോകത്തോട് തന്നെ, എല്ലാ ഡോക്ടർമാരോടും തന്നെ ഒരു വെറുപ്പും ഒരു വിശ്വാസക്കുറവുമായി. പിന്നെ ആ വയ്യാത്ത കുട്ടിയെ കൊണ്ട് വേറൊരു ഡോക്ടറിൻ്റെ അടുത്ത് അയാൾ പോയില്ല. കിസ്മത്ത് ठोकली. उसी रात उसका हंसता खेलता 7 साल का बालक अपनी बाल लीला समाप्त करके इस संसार से सिधार गया. അന്ന് രാത്രി തന്നെ അയാളുടെ ആ 7 വയസ്സുള്ള മകൻ മരിച്ചു. बूढ़े माँ बाप के जीवन का यही एक आधार था. इसी का मुंह देख कर जीते थे. इस दीपक के बुझते ही जीवन की अंधेरी रात भाएं भाएं करने लगी. बुढ़ापे की विशाल ममता टूटे हुए हृदय से निकलकर अंधकार आर्त स्वर से रोने लगी. ആ ഒരു പ്രായം ചെന്ന അച്ഛനും അമ്മയ്ക്കും ആ ഒരു 7 വയസ്സുള്ള മകൻ മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ അവരുടെ ഒരു ട്രാജഡിയുടെ ഒരു ആഴം നോക്കണേ. 7 മക്കൾക്ക് ജന്മം നൽകി, അതിൽ ഈ ഒരു കുട്ടി മാത്രമേ സർവൈവ് ചെയ്തുള്ളൂ. എന്നിട്ട് ആ കുട്ടിയും ഇപ്പം മരിച്ചു. ഇത്രയും ഈ കഥയുടെ ഒരു ഫസ്റ്റ് ഹാഫ് എന്ന് വേണേൽ നമുക്ക് പറയാം. നമുക്കിനി അടുത്ത ഹാഫ് നോക്കാം. അങ്ങനെ നമ്മൾ കണ്ടത് തൻ്റെ പ്രൊഫഷനിലോട് ഒരു ആത്മാർത്ഥതയും കാണിക്കാത്ത ഡോക്ടർ ചഡ്ഡ. അദ്ദേഹത്തിൻ്റെ ആ ഒരു ആറ്റിറ്റ്യൂഡ് കാരണം 7 വയസ്സുള്ള ഒരു കുട്ടി മരണത്തിലേക്ക് കീഴടങ്ങി. കൈ സാൽ ഗുസർ ഗए. डॉक्टर चड्ढा ने खूब यश और धन कमाया, लेकिन इसके साथ ही अपने स्वास्थ्य की रक्षा भी की, जो एक साधारण बात थी. यह उनके नियमित जीवन का आशीर्वाद था कि 50 वर्ष की अवस्था में उनकी चुस्ती और फुर्ती യുവക്കോം കോ ഭി ലജ്ജിത് കർത്തി ഥി. അങ്ങനെ കുറേ വർഷം കഴിഞ്ഞു. ഈ ഒരു സംഭവം നടന്നതിന് ശേഷം കുറേ വർഷം കഴിഞ്ഞു. ഇപ്പം ഡോക്ടർ ചഡ്ഡ 50 വയസ്സുള്ളൊരു വ്യക്തിയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഒരു റെഗുലറായിട്ടുള്ള ഒരു എക്സസൈസും ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആ ഒരു രീതി കാരണം 50 വയസ്സായാലും യുവാക്കളെ പോലും ലജ്ജിക്കുന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ യൗവനം. ഉൻകെ ഹരേക് കാം കാ സമയ നിയത് ഥാ. ഇസ് നിയം സെ വഹ ജോ ഭർ ഭി ന ടൽത്തെ ഥേ. അദ്ദേഹം എന്ത് ചെയ്താലും ടൈം കീപ്പ് ചെയ്തായിരുന്നു ചെയ്യുന്നത്. കളിക്കാൻ പോകുന്ന സമയം കൃത്യമായിട്ട് പോകും. എല്ലാ രീതിയിലും വളരെ ചിട്ടയോടെ ഉള്ളൊരു ജീവിതമായിരുന്നു. ബഹുദാ ലോഗ് स्वास्थ्य के नियमों का पालन उस समय करते हैं जब रोगी हो जाते हैं. डॉक्टर चड्ढा उपचार और संयम का रहस्य खूब समझते थे. उनकी संतान संख्या भी इसी नियम के अधीन थी. उनके केवल 2 बच्चे हुए. ഇപ്പോൾ ഡോക്ടർ ചഡ്ഡയുടെ ലൈഫിൻ്റെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്യാരക്ടർ സ്കെച്ച് നമ്മൾ കാണുകയാണെങ്കിൽ അദ്ദേഹം വളരെ സ്ട്രിക്റ്റായിട്ട് തൻ്റെ രീതികൾ, തൻ്റെ ജീവിതചര്യ സ്ട്രിക്റ്റായിട്ട് പാലിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ രോഗം വരുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന് അറിയാമായിരുന്നു എക്സസൈസ് ചെയ്ത് തൻ്റെ ആരോഗ്യം നിലനിർത്തണം, എത്രമാത്രം അത്യാവശ്യമാണത് എന്ന് മാത്രമല്ല അദ്ദേഹത്തിന് സന്താൻ സംഖ്യ, തനിക്ക് എത്ര കുട്ടികൾ വേണം എന്ന രീതിയിലും അദ്ദേഹത്തിന് വ്യക്തമായ ധാരണ ഉണ്ടായിരുന്നു. ഉൻക്ക് കേവൽ 2 ബച്ചേ ഹുവേ. അപ്പോൾ ഇതൊരു 1920s എഴുതിയ കഥയാണെന്ന് ഓർക്കണം കേട്ടോ. അന്ന് ഹം ദോ ഹമാരേ ദോ എന്നുള്ളൊരു മുദ്രാവാക്യമില്ലായിരുന്നു. അന്ന് ഓരോ കുടുംബങ്ങളിലും മക്കളുടെ എണ്ണം
വളരെ അധികമായിരുന്നു. പക്ഷേ ആ സമയത്ത് കൂടി ഡോക്ടർ ചഡ്ഡയ്ക്ക് അതിനെപ്പറ്റിയുള്ള വ്യക്തമായ ധാരണ ഉണ്ടായിരുന്നു. तो उनके 2 बच्चे हुए, एक लड़का और एक लड़की. तीसरी संतान न हुई, इसीलिए श्रीमती चड्ढा भी अभी जवान मालूम होती थी. लड़की का तो विवाह हो चुका था. അപ്പോൾ ഡോക്ടർ ചഡ്ഡയ്ക്ക് ഒരു മോനും മോളുമായിരുന്നു. മോള് വിവാഹിതയായിരുന്നു. लड़का कॉलेज में पढ़ता था. वही माता पिता के जीवन का आधार था. शील और विनय का पुतला, बड़ा ही रसिक, बड़ा ही उदार, വിദ്യാലയ കാ ഗൗരവ്. ഡോക്ടർ ചഡ്ഡയുടെ മകനെ പറ്റി ഇനി അടുത്ത ക്യാരക്ടർ ഈ കഥയിൽ വരുന്നത് ഡോക്ടർ ചഡ്ഡയുടെ മകനാണ്. അദ്ദേഹത്തെ പറ്റി എന്താ പറയുന്നത്? മാതാപിതാക്ക് ജീവൻ കാ ആധാർ ഥ. ഡോക്ടർ ചഡ്ഡയ്ക്ക് ഒരു മകളും മകനും ഉണ്ടായിരുന്നു. മകള് വിവാഹിതയാണ്. അതിനുശേഷം ഈ മകനാണ് അവരുടെ ഏറ്റവും പെറ്റായിട്ട് വളരുന്നത്. ഷീൽ ഓർ വിനയ കാ പുത്ല ഥ. വളരെ നല്ല സ്വഭാവമായിരുന്നു ഈ കുട്ടിയുടെ. വിനയമുള്ള പയ്യനായിരുന്നു. ബഡാഹി രസിക്, എല്ലാവരോട്ടും വളരെ ജോളിയായിട്ട് പെരുമാറുന്ന. ബഡാഹി ഉദാർ, നല്ല സ്വഭാവമായിരുന്നു. ഡോക്ടർ ചഡ്ഡയുടെ നേരെ വിപരീതമായിരുന്നു. വിദ്യാലയ കാ ഗൗരവ്, യുവക് സമാജ് കി ശോഭ. അവൻ പഠിച്ചിരുന്ന സ്ഥലത്തും നല്ല പേരും പെരുമയും ഉണ്ടായിരുന്നു ഈ കുട്ടിക്ക്. മുഖമണ്ഡൽ സെ തേജ് കി ഛട്ടാസി നികൽത്തി थी. ആജ് ഉസ്കി 20വീं സാൽ ഗിര थी. അപ്പം വർഷങ്ങൾക്ക് ശേഷം ഈ ഒരു എപ്പിസോഡ് നടക്കുന്നത് ഈ ഡോക്ടർ ചഡ്ഡയുടെ മകൻ്റെ 20ാമത്തെ ബർത്ത്ഡേ ആഘോഷമായിരുന്നു. ആ ഒരു ബർത്ത്ഡേ ആഘോഷത്തിലാണ് ഡോക്ടർ ചഡ്ഡയുടെ ജീവിതത്തിൽ ഒരു വലിയ സംഭവം നടക്കുന്നത്, ഒരു ഇൻസിഡൻറ്റ് നടക്കുന്നത്. സന്ധ്യ കാ സമയ था. हरी हरी घास पर कुर्सियाँ बिछी हुई थी. शहर के रईस और हुक्काम एक तरफ, कॉलेज के छात्र दूसरी तरफ बैठे भोजन कर रहे थे. बिजली के प्रकाश से सारा मैदान जगमगा रहा था. അങ്ങനെ വളരെ ഓപ്പൺ എയറിൽ ഒരു വളരെ പ്രൗഢിയോടുകൂടിയുള്ളൊരു ബർത്ത്ഡേ പാർട്ടിയായിരുന്നു. കാരണം ഡോക്ടർ ചഡ്ഡയുടെ മകൻ്റെ 20ാമത്തെ ബർത്ത്ഡേ പാർട്ടിയാണ്. അപ്പോൾ കോളേജിലെ കുട്ടികൾ മകൻ്റെ ഫ്രണ്ട്സും വന്നിട്ടുണ്ട്. പിന്നെ ഡോക്ടർ ചഡ്ഡയുടെ വലിയ വലിയ പണക്കാരായ സുഹൃത്തുക്കൾ വന്നിട്ടുണ്ട്. छोटा सा प्रहसन खेलने की तैयारी थी. प्रहसन स्वयं कैलाश नाथ ने लिखा था. वही मुख्य एक्टर भी था. इस समय वह एक रेशमी कमीज पहने, नंगे सिर नंगे पांव इधर से उधर मित्रों की आव भगत में लगा हुआ था. അപ്പോൾ ഈ ബർത്ത്ഡേ പാർട്ടിയിൽ തന്നെ ഒരു ചെറിയ സ്കിറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രഹസൻ. കൈലാഷ് നാഥ് തന്നെ എഴുതിയ സ്ക്രിപ്റ്റ് ആയിരുന്നു. അതിലെ മെയിൻ ആക്ടറും കൈലാഷ് നാഥാണ്. അപ്പം ബർത്ത്ഡേ പാർട്ടിയിൽ എല്ലാവരെയും സ്വീകരിക്കുന്നത്, എല്ലാവരോട്ടും നല്ലപോലെ. അപ്പം നേരത്തെ പറഞ്ഞു കൈലാസ് എല്ലാവരോട്ടും വളരെ ഫ്രണ്ട്ലിയാണ്. അപ്പോൾ ഈ ഫ്രണ്ട്സിനെ എല്ലാം സ്വീകരിക്കുന്ന ഒരു തിരക്കിലായിരുന്നു കൈലാസ്. कोई पुकारता, कैलाश जरा इधर आना. कोई उधर से बुलाता, कैलाश क्या उधर ही रहोगे. सभी उसे छेड़ते थे, चुहलें करते थे. बेचारे को ज़रा दम मारने का अवकाश न मिलता था. കൈലാഷ് എല്ലാവരോടും വളരെ ഫ്രണ്ട്ലി ആയത് കാരണം പാർട്ടിയിൽ കുറച്ച് ഫ്രണ്ട്സ് അങ്ങോട്ട് വിളിക്കുന്ന ഇങ്ങോട്ട് വിളിക്കുന്ന എല്ലാം കൊണ്ടും കൈലാഷ് വളരെ ബിസി ആയിരുന്നു അന്ന്. सहसा एक रमणी ने उसके पास आकर पूछा, क्यों कैलाश, तुम्हारे सांप कहाँ हैं, जरा मुझे दिखा दो. പാർട്ടിയിൽ തന്നെ ഒരു യുവതി, ഒരു സുന്ദരിയായ യുവതി കൈലാഷിൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുകയാണ്, കൈലാഷിൻ്റെ പാമ്പുകൾ എവിടെ. ഇത് ഈ കഥയിലൊരു വളരെ വിചിത്രമായ എനിക്ക് തോന്നിയ കാര്യമാണ്. ഈ നമ്മൾ നായ്ക്കളെയും പൂച്ചയും ഒക്കെ വളർത്തുന്ന പോലെ പാമ്പും ഒരു പെറ്റ് ആനിമലായിട്ട് വളർത്താമായിരുന്നു ആ കാലഘട്ടത്തിൽ എന്നൊരു പുതിയ അറിവാണ്. അപ്പോൾ ഈ കൈലാഷിന് അങ്ങനെ പാമ്പുകളെ ഒരുമിച്ച് വളർത്തുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ഈ രമണി വന്ന് ചോദിക്കുകയാണ്, എന്താണ് രമണി എന്ന് പറയുമ്പോൾ ഒരു സുന്ദരിയായ പെൺകുട്ടി വന്ന് ചോദിക്കുകയാണ് ആ പാമ്പുകൾ എവിടെയെന്ന്. കൈലാസ് ने उससे हाथ मिलाकर कहा, മൃണാലിനി इस वक्त क्षमा करो, कल दिखा दूंगा. അപ്പോൾ കൈലാഷ് ആ പെൺകുട്ടിയോട് പറയും, മൃണാലിനിയാണ് പെൺകുട്ടിയുടെ പേര്. ഈ പേരുകൾ ഓർത്തിരുന്നേരെ ഡോക്ടർ ചഡ്ഡയുടെ മകൻ കൈലാഷ്, 20 വയസ്സ്. കൈലാഷിൻ്റെ ഫ്രണ്ടാണ് മൃണാലിനി. അപ്പോൾ കൈലാഷ് പറയും, മൃണാലിനി इस वक्त क्षमा करो, कल दिखा दूंगा. ഇപ്പോൾ പാർട്ടി ടൈം അല്ലേ, നാളെ കാണിക്കാം. मृणालिनी ने आग्रह किया, जी नहीं, तुम्हें दिखाना पड़ेगा. मैं आज नहीं मानने की. तुम रोज़ कल कल करते हो. അപ്പം മൃണാലിനി അങ്ങ് ശാഠ്യം പിടിക്കാൻ തുടങ്ങും. ഞാൻ എപ്പോൾ ചോദിച്ചാലും കൈലാഷ് നാളെ കാണിക്കാം എന്ന് പറയും. എനിക്ക് ഇന്ന് തന്നെ ആ പാമ്പുകളെ കാണണം. मृणालिनी और कैलाश दोनों सहपाठी थे और एक दूसरे के प्रेम में पगे हुए.
कैलाश को सांपों को पालने खिलाने और नचाने का शौक था. ഇവർ രണ്ടുപേരും ക്ലാസ്മേറ്റ്സ് ആയിരുന്നു. കൈലാഷിന് പാമ്പുകളുണ്ട്, പാമ്പുകളെ വളർത്തുന്നത്, അതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അത് മൃണാലിനിക്കറിയാം. പക്ഷേ ഇതുവരെ മൃണാലിനി അത് കണ്ടിട്ടില്ല. तरह तरह के सांप पाल रखे थे. उनके स्वभाव और चरित्र की परीक्षा करता रहता था. थोड़े दिन हुए उसने विद्यालय में सांपों पर एक मार्के का व्याख्यान दिया था. सांपों को नचाकर दिखाया भी था. കുറച്ച് നാൾ മുമ്പ് അവർ പഠിക്കുന്ന സ്ഥലത്ത് കൈലാഷ് തൻ്റെ പാമ്പുകളുടെ ഒരു പ്രദർശനം വരെ നടത്തിയിരുന്നു. പാമ്പുകളെപ്പറ്റി ആധികാരികമായി കൈലാഷ് അന്ന് അവിടെ പറയുകയുണ്ടായി. प्राणी शास्त्र के बड़े बड़े पंडित भी यह व्याख्यान सुनकर दंग रह गए थे. यह विद्या उसने एक बड़े सपेरे से सीखी थी. അന്ന് വളരെ പ്രമുഖരായ സുവോളജിസ്റ്റുകളെല്ലാം ആ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അവർ പോലും ഞെട്ടിപ്പോയി ഈ കുട്ടിയുടെ പാമ്പുകളെ പറ്റിയുള്ള ഒരു അറിവ് കണ്ടിട്ട്. ഇത് എവിടെ നിന്നാണ് കൈലാഷിന് കിട്ടിയത് ഈ അറിവ്? ഒരു സപ്പേരയിൽ നിന്നാണ് കൈലാഷിന് ഈ അറിവെല്ലാം കിട്ടിയത്. സപ്പേര ആരാണ്? ഈ ട്രഡീഷണലി പാമ്പുകളെ കൊണ്ട് നടക്കുന്ന ആൾക്കാരില്ലേ, അവരിൽ നിന്നാണ് ഈ കൈലാഷിന് ഈ പാമ്പുകളെ പറ്റി ഇത്രയും ഡീപ്പായിട്ടുള്ള നോളജ് കിട്ടിയത്. सांपों की जड़ी बूटियाँ जमा करने का उसे मरज था. इतना पता भर मिल जाए कि किसी व्यक्ति के पास कोई अच्छी जड़ी है, फिर उसे चैन न आता था. उसे लेकर ही छोड़ता था. यही व्यसन था. ഇതായിരുന്നു കൈലാഷിൻ്റെ വ്യസൻ. വ്യസൻ മീൻസ് അതിൻ്റെ ഹാബിറ്റ്. എവിടുന്നേലും കൈലാഷ് അറിയാണ് ആരുടെയും കയ്യിൽ ഒരു നല്ല പാമ്പുകളുടെ വിഷം മാറാനുള്ള ഔഷധം ഉണ്ടെങ്കിൽ അറിയുകയാണെങ്കിൽ കൈലാഷ് അവിടെ പോയി എടുക്കും. इस पर हज़ारों रुपये फूंक चुका था. मृणालिनी कई बार आ चुकी थी, पर कभी सांपों को देखने के लिए इतनी उत्सुक न हुई थी. कह नहीं सकते आज उसकी उत्सुकता सचमुच जाग गई थी या वह कैलाश पर अपने अधिकार का प्रदर्शन करना चाहती थी, पर उसका आग्रह बेमौका था. മൃണാലിനിക്ക് പാമ്പുകൾ കാണണമെന്ന് വളരെയധികം ആഗ്രഹമുണ്ടായിരുന്നോ അതോ നാട്ടുകാരുടെ മുമ്പിൽ, ആ പാർട്ടിയിലുള്ളവരുടെ മുമ്പിൽ തനിക്ക് കൈലാഷിൻ്റെ മുകളിലുള്ള ആ ഒരു പ്രഭാവം, ഇൻഫ്ലുവൻസ് അത് കാണിക്കാൻ വേണ്ടിയായിരുന്നോ? എന്തായാലും കൊള്ളാം, മൃണാലിനി പാമ്പുകളെ ആ സമയത്ത് തന്നെ കാണണമെന്ന് ശാഠ്യം പിടിക്കാൻ തുടങ്ങി. और उसका ആഗ്രഹ ബേമോക്ക था. എന്തായാലും അവരുടെ ആ ഒരു ആഗ്രഹം, മൃണാലിനിയുടെ ആഗ്രഹം ബേമോക്ക था. ബേമോക്ക എന്ന് വെച്ചാൽ ഉചിതമല്ലായിരുന്നു, അനുചിതമായിരുന്നു. उस कोठरी में कितनी भीड़ लग जाएगी, भीड़ को देखकर सांप कितने चौंकेंगे और रात के समय उन्हें छेड़ा जाना कितना बुरा लगेगा. इन बातों का उसे ज़रा भी ध्यान न आया. അവിടെ വളരെയധികം ജനക്കൂട്ടം ഉണ്ടായിരുന്നു. കാരണം ഒരു ബർത്ത്ഡേ പാർട്ടിയാണ്, രാത്രി സമയമാണ്. അപ്പോൾ ഈ സമയത്ത് പാമ്പുകളെ ഡിസ്റ്റർബ് ചെയ്യുന്നത് കൈലാഷിനറിയാം അത് ഉചിതമല്ലെന്ന്. കാരണം കൈലാഷിന് പാമ്പുകളുടെ സ്വഭാവം നല്ലപോലെ അറിയാം. പക്ഷേ മൃണാലിനിക്ക് ഇതിനെപ്പറ്റിയുള്ള അറിവില്ല. മൃണാലിനി ശാഠ്യം പിടിക്കാൻ തുടങ്ങും. കൈലാഷിനെ കഹാ नहीं कल ज़रूर दिखा दूँगा. इस वक्त अच्छी तरह दिखा भी तो न सकूँगा. कमरे में तिल रखने को भी जगह न मिलेगी. അപ്പോൾ കൈലാഷ് പിന്നെയും പറയും, നോക്കൂ നാളെ ഞാൻ കാണിക്കാം. ഈ സമയത്ത് ശരിക്ക് കാണിക്കാനും പറ്റില്ല പാമ്പുകളെ, കാരണം ഇത്രയും ജനങ്ങൾ നിൽക്കുകയാണ്. एक महाशय ने छेड़ कर कहा, दिखा क्यों नहीं देते? ज़रा सी बात के लिए इतना टाल मटोल कर रहे हो. मिस गोविंद हरगिज़ न मानना, देखें कैसे नहीं दिखाते. അപ്പോൾ ഒരു വ്യക്തി അതിനെ ഒന്നുകൂടെ ഒന്ന് എരികയറ്റാൻ വേണ്ടി പറയും, എന്താ ഇത്ര ജാട കാണിക്കുന്നത്, കാണിച്ചുകൂടെ ആ കുട്ടി, ഇതാ മിസ് ഗോവിന്ദ്. അപ്പം മൃണാലിനി ഗോവിന്ദ് എന്നായിരിക്കും ഫുൾ നെയിം, അതുകൊണ്ടാണ് മിസ് ഗോവിന്ദ് എന്ന് വിളിക്കുന്നത്. മിസ് ഗോവിന്ദ് ഇത്രയും ആഗ്രഹിച്ച് പറയുന്നതല്ലേ, ഒന്ന് കാണിച്ചുകൂടെ, എന്തിനാ ഇത്ര ജാട കാണിക്കുന്നത് എന്നൊരാൾ എരികേറ്റി പറയും. दूसरे महाशय ने और रद्दा चढ़ाया, मिस गोविंद इतनी सीधी और भोली हैं, तभी आप इतना मिजाज करते हैं. दूसरे सुंदरी होती तो इसी बात पर बिगड़ खड़ी होती. അപ്പം വേറൊരാൾ ഒന്നുകൂടെ ഈ കാര്യങ്ങൾ കൊഴിപ്പിക്കാൻ വേണ്ടി പറയും, മിസ് ഗോവിന്ദ് ഒരു പാവമായിട്ടല്ലേ, വേറെ പെണ്ണുങ്ങൾ വല്ലതും ആയിരുന്നെങ്കിൽ ഇപ്പോൾ കണ്ടേനെ. तीसरी साहब ने मजाक उड़ाया, अजी बोलना छोड़ देती, भला कोई बात है. इस पर आपका दावा है कि मृणालिनी के लिए जान हाजिर है. അപ്പം മൂന്നാമത്തെ വ്യക്തി പറയും, ഓ വേറെ പെൺകുട്ടികളായിരുന്നെങ്കിൽ എന്താ ഇവനോട് പിന്നെ മിണ്ടുകയില്ലായിരുന്നു. എന്നിട്ട് ഇവൻ എന്താണ്, മൃണാലിനിക്ക് വേണ്ടി ജീവൻ കൊടുക്കും എന്ന് പലപ്പോഴും പറഞ്ഞു കിടക്കും. പക്ഷേ ഈ മിസ് ഗോവിന്ദ്
മൃണാലിനി പറഞ്ഞ ഒരു ചെറിയ റിക്വസ്റ്റ് പോലും ഇവന് സാധിച്ചു കൊടുക്കുന്നില്ല. മൃണാലിനി देखा कि ये शोहदे उसे रंग पर चढ़ा रहे हैं तो बोली, आप लोग मेरी वकालत ना करें, मैं खुद अपनी वकालत कर लूँगी. मैं इस वक्त सांपों का तमाशा नहीं देखना चाहती. चलो छुट्टी हुई. അപ്പം മൃണാലിനി ഒരു വളരെ വൈസ് ഡിസിഷൻ എടുക്കും. പറയും, മൃണാലിനി നോക്കുമ്പം ജനങ്ങൾ അവരുടെ റിലേഷൻഷിപ്പിനെ വെറുതെ ഒരു ജോക്കായി മാറ്റുകയാണ്, ഒരു ടോപ്പിക്കാക്കി മാറ്റുകയാണ്. അപ്പം മൃണാലിനി ആ ഒരു കോൺവെർസേഷൻ അവിടെ നിർത്താൻ വേണ്ടി പറയും, നിങ്ങളിത് എൻ്റെ കാര്യത്തിൽ ഇടപെടണ്ട, എനിക്ക് വേണ്ടി വക്കാലത്ത് പിടിക്കണ്ട, എനിക്ക് എൻ്റെ കാര്യം നോക്കാൻ അറിയാം, എനിക്ക് പാമ്പുകളെ കാണിയേ വേണ്ട. ടോപ്പിക് അവിടെ അവസാനിച്ചു. ഇസ് पर मित्रों ने ठट्टा लगाया. एक साहब बोले, देखना तो आप सब कुछ चाहें पर दिखाए भी तो. അപ്പോൾ ഈ ആൾക്കാർ പിന്നെയും വിടുന്നില്ല. ഒരാൾ പറയാണ്, ഇല്ല മാഡത്തിന് കാണണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഇയാൾ കാണിക്കാൻ ആവുമ്പോഴല്ലേ കാണുന്നത്. कैलाश को मृणालिनी की झेंपी हुई सूरत को देखकर मालूम हुआ कि इस वक्त उनका इनकार वास्तव में उसे बुरा लगा है. ज्यों ही प्रीति बोझ समाप्त हुआ और गाना शुरू हुआ, उसने मृणालिनी और अन्य मित्रों को सांपों के दरबे के सामने ले जाकर महुअर बजाना शुरू किया. ആ സമയത്ത് മൃണാലിനിയുടെ ആ ഒരു ഫേഷ്യൽ എക്സ്പ്രഷൻ കണ്ട് ശരിക്കും കൈലാഷിന് മനസ്സിലായി മൃണാലിനിക്ക് നല്ല ഫീൽ ചെയ്തിട്ടുണ്ടെന്ന്. കാരണം ആൾക്കാരൊക്കെ ഇങ്ങനെ കളിയാക്കുന്നു. അതുകൊണ്ട് എന്ത് ചെയ്തു, കുറച്ച് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഗാനസന്ധ്യയൊക്കെ നടന്നപ്പം കൈലാഷ് തൻ്റെ കൂട്ടുകാരെയും മൃണാലിനിയെയും കൊണ്ടുപോയി പാമ്പുകളെ ഇട്ടിരിക്കുന്ന ആ സ്ഥലത്ത് കൊണ്ടുപോയി. और उसने महुअर बजाना शुरू किया. फिर एक एक खाना खोलकर एक एक सांप को निकालने लगा. അപ്പം പല ടൈപ്പ് പാമ്പുകളുണ്ട് കളക്ഷനിൽ. അങ്ങനെ ഇത് മകുട ഊതി ഓരോ പാമ്പുകളെ ഇങ്ങനെ എടുക്കാൻ തുടങ്ങി. वाह क्या कमाल था. ऐसा जान पड़ता था कि वे कीड़े उसकी एक एक बात, उसके मन का एक एक भाव समझते हैं. किसी को उठा लिया, किसी को गर्दन में डाल लिया, किसी को हाथ में लपेट लिया. എന്നിട്ട് ആ സമയത്ത് ഓരോ പാമ്പുകളെ എടുത്ത് ചിലരെ തോളയിലിടുന്നു, കയ്യിലിടുന്നു. കാരണം അവർ കൈലാഷുമായിട്ട് വളരെ ഇഴകി പരിചയമുള്ളവരാണ്. मृणालिनी बार बार मना करती कि इन्हें गर्दन में न डालो, दूर से ही दिखा दो, बस जरा नचा दो. कैलाश की गर्दन में सांपों को लिपटते देखकर उसकी जान निकली जाती थी. पछता रही थी कि मैंने व्यर्थ ही इनसे सांप दिखाने को कहा, मगर कैलाश एक न सुनता था. प्रेमिका के सम्मुख अपने सर्पकला प्रदर्शन का ऐसा अवसर पाकर वह कब चूकता. കഴുത്തേലൊക്കെ പാമ്പുകളെ ഇടുന്ന കണ്ടപ്പം മൃണാലിനിക്ക് ശരിക്കും ടെൻഷനായി. മൃണാലിനി പറയും, എനിക്ക് അങ്ങനെയൊന്നും ഇട്ട് കാണിക്കണ്ട, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കണ്ടാൽ മതി, കഴുത്തേലൊന്നും ഇടണ്ടെന്ന് പറയും. പക്ഷേ കൈലാഷിന് പിന്നെ അങ്ങ് ആവേശമായി. കാരണം തൻ്റെ പ്രേമികയുടെ മുമ്പിൽ തനിക്ക് ഈ പാമ്പുകളോട് എത്രമാത്രം ഇണക്കമുണ്ടെന്നും എത്രമാത്രം ആധികാരികമായിട്ടാണ് കൈകാര്യം ചെയ്യുന്നതെന്നൊക്കെ ഷോ ഓഫ് ചെയ്യാനുള്ളൊരു അവസരമായിരുന്നു. അപ്പോൾ ഒരു കൂട്ടുകാരൻ പറയും, ദാന്ത് തോട് ഡാലേ ഹോങ്കേ. കളിയാക്കി പറയും, ഓ ഈ പാമ്പുകളിലെല്ലാം വിഷപ്പല്ലെല്ലാം ഇവൻ മുറിച്ച് കളഞ്ഞാണോ, അതാ ഇത്രയും ധൈര്യമായിട്ട് പിടിക്കുന്നത്. कैलाश हंसकर बोला, दांत तोड़ डालना मदारियों का काम है, किसी के दांत नहीं तोड़े गए, कहिए तो दिखा दूं. कहकर उसने एक काले सांप को पकड़ लिया और बोला, मेरे पास इससे बड़ा और जहरीला सांप दूसरा नहीं है. अगर किसी को काट ले तो आदमी आनन फानन में मर जाए, लहर भी न आए. इसके कांटे पर मंत्र नहीं, इसके दांत दिखा दूं. അപ്പോൾ കൈലാഷിന് അതൊരു ചാലഞ്ചായിട്ട് തോന്നി. കാരണം കൈലാഷ് ഇതിൻ്റെ വിഷപ്പല്ലുകളൊന്നും മുറിച്ചിട്ടില്ല. അപ്പോൾ ഒരു കറുത്ത പാമ്പിനെ എടുത്തിട്ട് പറയും, എൻ്റെ കയ്യിലുള്ളതിൽ ഏറ്റവും പോയിസണസ് പാമ്പ് ഇതാണ്, ഇതിൻ്റെ പല്ല് ഞാൻ എടുത്തിട്ടില്ല, ഇത് ഇതൊന്ന് കൊത്തുകയാണെങ്കിൽ അപ്പം തന്നെ മനുഷ്യൻ്റെ കാര്യം പോക്കാണ്. ഇസ്കെ കാട്ടേ പർ മന്ത്ര നഹി, ഒരു മന്ത്രവും ഒരു ജപവും ആ വ്യക്തിയെ രക്ഷിക്കാൻ പറ്റില്ല. मृणालिनी ने उसका हाथ पकड़कर कहा, नहीं नहीं कैलाश, ईश्वर के लिए इसे छोड़ दो, तुम्हारे पैरों पड़ती हूँ. അപ്പം മൃണാലിനിക്ക് മനസ്സിലായി ഇതൊരു വാശി കളി പോലാണ്. മൃണാലിനി പറയും, ആ പാമ്പിനെ അങ്ങ് വിട്ടേരെ. इस पर एक दूसरे मित्र बोले, मुझे तो विश्वास नहीं आता, लेकिन तुम कहते हो तो मान लूँगा. അപ്പോൾ അടുത്ത് നിൽക്കുന്നവർ പിന്നെയും അങ്ങ് ഈസേറ്റാണ് പറയണ, എനിക്ക് വിശ്വാസം വരുന്നില്ല. എന്താണ് വിശ്വാസം വരാത്തത്? ഇവൻ്റെ ഈ പാമ്പിൻ്റെ ഈ സർപ്പത്തിൻ്റെ പല്ല് ഇളക്കിയിട്ടില്ല എന്നുള്ളത് വിശ്വാസം വരുന്നില്ല.
कैलाश ने सांप की गर्दन पकड़कर कहा, नहीं साहब, आप आंखों से देखकर मानिए। दांत तोड़कर वश में किया तो क्या, सांप बड़ा समझदार होता है। अगर उसे विश्वास हो जाए कि इस आदमी से मुझे कोई हानि न पहुंचेगी तो वह उसे हरगिज न काटेगा. അപ്പോൾ കൈലാഷ് പിന്നെയും അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉസ്നെ സാപ്പ് കി ഗർദൻ പകടക്കർ ആ പാമ്പിനെ, കറുത്ത പാമ്പിനെ, ഏറ്റവും വിഷമുള്ള പാമ്പിൻ്റെ കഴുത്തിൽ പിടിച്ചിട്ട് പറയാണ്, നിങ്ങൾ കണ്ണുകൊണ്ട് കണ്ടേരെ, നോക്കിക്കോ. दांत तोड़कर वश में किया तो क्या, सांप बड़ा समझदार होता है. अगर उसे विश्वास हो जाए कि इस आदमी से मुझे कोई हानि न पहुंचेगी तो वह उसे हरगिज न काटेगा. പാമ്പുകളെ പറ്റി നല്ല അറിവുള്ള കൈലാഷ് പറയും, പാമ്പുകൾക്ക് നല്ല ബോധമുണ്ട്, നമ്മളതിനെ ഒന്നും ദ്രോഹിക്കില്ല എന്നറിയുമ്പോൾ അത് നമ്മളെ ഒന്നും ചെയ്യില്ല. മൃണാലിനി जब देखा कि कैलाश पर उस वक्त भूत सवार है तो उसने यह तमाशा न करने के विचार से कहा, अच्छा भाई अब यहाँ से चलो. അപ്പം മൃണാലിനിക്ക് മനസ്സിലായി കാര്യം വെറുതെ ഇങ്ങനെ വാശിയിലേക്ക് പോവാണ്. അപ്പം മൃണാലിനി പറയും, മതി, പാമ്പുകളെ കണ്ടത് മതി, നമുക്കിനിയും പോകാം. देखा गाना शुरू हो गया है, आज मैं भी कोई चीज़ सुनाऊंगी. നോക്ക് പാട്ടൊക്കെ തുടങ്ങി, ഞാനും ഇന്നൊരു പാട്ട് പാടും. यह कहते हुए उसने कैलाश का कंधा पकड़कर चलने का इशारा किया और कमरे से निकल गई. मगर कैलाश विरोधियों का शंका समाधान करके ही दम लेना चाहता था. उसने सांप की गर्दन पकड़कर जोर से दबाई, इतनी जोर से दबाई कि उसका मुंह लाल हो गया. देह की सारी नसें तन गई. പക്ഷേ മൃണാലിനി അങ്ങ് പോയെങ്കിലും കൈലാഷിനൊരു ഈഗോ ഹേർട്ടായി. തൻ്റെ സുഹൃത്തുക്കൾ തന്നെ വിശ്വസിക്കുന്നില്ല എന്നറിഞ്ഞപ്പം ആ യുവാവ് എന്ത് ചെയ്തു, ആ കറുത്ത പാമ്പിനെ ഇങ്ങനെ പിടിച്ചിട്ട് കഴുത്ത് ഞെക്കിയിട്ട് അതിൻ്റെ വാ തുറന്ന് കാണിക്കാനായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ ആ പാമ്പിന് നല്ലപോലെ വേദനിച്ചു. ഉസ്നെ सांप की गर्दन पकड़कर जोर से दबाई, इतनी जोर से दबाई कि उसका मुंह लाल हो गया. देह की सारी नसें तन गई. सांप ने अब तक उसके हाथों ऐसा व्यवहार न देखा था. उसकी समझ में न आता था कि यह मुझसे क्या चाहते हैं. उसे शायद भ्रम हुआ कि मुझे मार डालना चाहते हैं. अतएव वह आत्मरक्षा के लिए तैयार हो गया. അപ്പോൾ ആ പാമ്പ് പല പ്രാവശ്യവും കൈലാഷ് പാമ്പിനെ എടുത്തിട്ടുണ്ടായിരിക്കും. പക്ഷേ ആ സമയത്ത് ഇത്രയും സ്ട്രോങ് ആയിട്ട് പ്രസ് ചെയ്തപ്പം പാമ്പിനൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായി. പാമ്പിന് തോന്നി ഇനി എന്നെ കൊല്ലാൻ എങ്ങാനും പോവാണോ എന്ന്. कैलाश ने उसकी गर्दन खूब दबाकर मुंह खोल दिया और उसके जहरीले दांत दिखाते हुए बोला, जिन सज्जनों को शक हो आकर देख लें. आया विश्वास या अब भी कुछ शक है. പിന്നെയും ആ പാമ്പിൻ്റെ കഴുത്തിങ്ങനെ ഞെരിച്ചിട്ട് വാ തുറന്നിട്ട് ആ വിഷപ്പല്ലുകൾ സുഹൃത്തുക്കളെ കാണിക്കും. मित्रों ने आकर उसके दांत देखे और चकित हो गए. प्रत्यक्ष प्रमाण के सामने संदेह को स्थान कहाँ. मित्रों का शंका निवारण करके कैलाश ने सांप की गर्दन ढीली कर दी और उसे ज़मीन पर रखना चाहा. पर वह काला गेहूंवन क्रोध से पागल हो रहा था. അപ്പോൾ കഴുത്തിങ്ങനെ ഞെരിച്ചപ്പോൾ ആ പാമ്പിന് നല്ല വേദനിച്ച് കാണും. ഇങ്ങനെ തുറന്ന് വിഷപ്പല്ലൊക്കെ കാണിച്ചു, ഫ്രണ്ട്സിനൊക്കെ പ്രൂഫ് കണ്ടു, ഫ്രണ്ട്സൊക്കെ കൺവിൻസ്ഡായി. ഇനി ആ പാമ്പിനെ താഴേക്ക് ഇറക്കാൻ നോക്കും. ആ കൈ അല്പം ലൂസാക്കി കൈലാഷ് പാമ്പിൻ്റെ കഴുത്തിൽ നിന്ന്. അപ്പോൾ പാമ്പിനങ്ങ് ദേഷ്യം വന്ന്, കാരണം നല്ല വേദനിച്ച് കാണും. गर्दन नरम पड़ते ही उसने सिर उठाकर कैलाश की उंगली में ज़ोर से काटा और वहाँ से भागा. കിട്ടിയ ചാൻസിന് പാമ്പ് കൈലാഷിൻ്റെ വിരലിൽ നല്ല പോലെ കൊത്തിയിട്ട് അവിടുന്ന് അങ്ങ് ഓടിയങ്ങ് പോയി. कैलाश की उंगली से टप टप खून टपकने लगा. उसने ज़ोर से उंगली दबा ली और अपने कमरे की तरफ दौड़ा. പാമ്പിൻ്റെ കടി ഏറ്റുടനെ തന്നെ കൈലാഷ് പെട്ടെന്ന് തൻ്റെ റൂമിലേക്ക് ഓടി. ഉസ്നെ സോർ സെ ഉംഗ്ലി ദബാലി, നല്ല ടൈറ്റായിട്ട് ആ കടി ഏറ്റ വിരൽ നല്ല ടൈറ്റായിട്ട് അമക്കി, കാരണം വിഷം അകത്തോട്ട് സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ വേണ്ടി. എന്നിട്ട് റൂമിലേക്ക് ഓടി. वहाँ मेज़ की दराज में एक जड़ी रखी हुई थी जिसे पीस कर लगा देने से घातक विष भी रफू हो जाता था. मित्रों में हलचल पड़ गई. बाहर महफिल में भी खबर हुई. അങ്ങനെ ആകെ ആ ബർത്ത്ഡേ പാർട്ടിയിൽ ഗാർഡനിലും അകത്തും എല്ലാം ഗസ്റ്റുകൾ ഇരിപ്പുണ്ടായിരുന്നു. എല്ലാവരുടെ ഇടയിൽ ആകെ ഒരു ബഹളമായി. എല്ലാവരും ആകെ പാനിക്കായി.
डॉक्टर साहब घबराकर दौड़े। फौरन उंगली की जड़ कसकर बांधी गई और जड़ी पीसने के लिए दी गई। ഡോക്ടർ സാഹബ് ജഡിക്ക് കായൽ ന ഥേ. അപ്പം ഡോക്ടർ ചഡ്ഡ ഡോക്ടറായിരുന്നെങ്കിലും ഈ പാമ്പ് വിഷത്തെ പറ്റിയുള്ള അറിവ് ഡോക്ടർ ചഡ്ഡയ്ക്ക് ഇല്ലായിരുന്നു. അപ്പം ഡോക്ടർ ചഡ്ഡയുടെ മുമ്പിലും ഇനിയും വേറെ ഒരു നിവൃത്തിയില്ല. കൈലാഷ് പറയുന്ന ചൂണ്ടിക്കാട്ടുന്ന ആ ഒരു ഒറ്റമൂലി അരച്ച് കൈ പുരട്ടുക എന്നതേ ഉള്ളൂ ഒരു ഓപ്ഷൻ ഡോക്ടർ ചഡ്ഡയുടെ മുന്നിൽ. वह उंगली का डसा भाग नश्तर से काट देना चाहते मगर कैलाश को जड़ी पर पूर्ण विश्वास था. അപ്പം ഡോക്ടറിന് ഒരു ഐഡിയ ഉണ്ടായിരുന്നു, ആ വിഷം തീണ്ട ആ ഒരു വിരലിൻ്റെ അറ്റം അങ്ങ് മുറിച്ച് കളയാം. നഷ്തർ എന്ന് പറയുമ്പം ഈ സർജറിക്കൊക്കെ ഉപയോഗിക്കുന്ന ഷാർപ്പായിട്ടുള്ള നൈഫ്. അപ്പം അതുകൊണ്ട് ആ ഒരു വിരലിൻ്റെ ഒരു അറ്റം മുറിച്ച് കളയണമെന്ന് ഡോക്ടറിനുണ്ടായിരുന്നു. അപ്പോൾ അകത്തോട്ട് വിഷം പോകാതിരിക്കുകയും ഒരു വിരലേ നഷ്ടപ്പെടുത്തുള്ളൂ, പക്ഷെ ജീവൻ രക്ഷപ്പെടും. പക്ഷേ कैलाश को क्या था, जड़ी पर पूर्ण विश्वास था. मृणालिनी पियानो पर बैठी हुई थी. यह खबर सुनते ही दौड़ी और कैलाश की उंगली से टपकते हुए खून को रूमाल से पोंछने लगी. മൃണാലിനി അപ്പുറത്ത് പിയാനോ വായിക്കുകയായിരുന്നു. അതിട്ടിട്ട് ഓടി വന്നു. और उसने क्या किया, उंगली से टपकते हुए खून को रूमाल से पोंछने लगी. जड़ी पीसी जाने लगी पर उसी 1 मिनट में कैलाश की आंखें झपकने लगी. ओठों पर पीलापन दौड़ने लगा. यहाँ तक कि वह खड़ा न रह सका, फर्श पर बैठ गया. सारे मेहमान कमरे में जमा हो गए. അല്പം കഴിഞ്ഞപ്പം कैलाश की आंखें झपकने लगी. കണ്ണൊക്കെ ഒരുമാതിരിയായി. ഓഠോं पर पीलापन दौड़ने लगा. ചുണ്ടെല്ലാം അങ്ങ് മഞ്ഞിച്ചാകെ വല്ലാതായി. कैलाश അങ്ങ് നിൽക്കാൻ ഒക്കാത്ത അവസ്ഥയിൽ അവിടെ അങ്ങ് ഫ്ലോറിൽ തന്നെ അങ്ങ് ഇരുന്ന്. सारे मेहमान कमरे में जमा हो गए. कोई कुछ कहता था, कोई कुछ. ഇത്തനെ മേ ജടി പീസ്കർ ആ ഗൈ. അപ്പോൾ ഈ വന്ന ഗസ്റ്റുകൾ ഓരോരോ അഭിപ്രായം പറയും. ഒരാൾ പറയും അത് ചെയ്യാം, മറ്റൊരാൾ ആകെ കൺഫ്യൂഷനായി. അപ്പോഴത്തേക്കിന് ആ കൈലാഷ് പറഞ്ഞ ആ ഒറ്റമൂലി അരച്ച് കൊണ്ടുവന്ന്. मृणालिनी ने उंगली पर लेप किया. 1 मिनट और बीता. कैलाश की आंखें बंद हो गई. वह लेट गया और हाथ से पंखा झलने का इशारा किया. माँ ने दौड़कर उसका सिर गोद में रख लिया और बिजली का टेबल फैन लगा दिया. അവിടെ അങ്ങ് കണ്ണടച്ചങ്ങ് कैलाश വീണു. എന്നിട്ട് ചൂടെടുക്കുന്നതായിട്ട് കാണിച്ചു. അങ്ങനെ അമ്മ ടേബിൾ ഫാനൊക്കെ അവിടെ വെച്ചിട്ട് അങ്ങനെ അമ്മയുടെ മടിയിൽ മകനെ കിടത്തി ടേബിൾ ഫാൻ എല്ലാം വെച്ച് എല്ലാവരും ഇങ്ങനെ ടെൻസ്ഡായിട്ട് कैलाशിന് ചുറ്റിനും നിൽക്കുകയാണ്. डॉक्टर साहब ने झुककर पूछा, कैलाश कैसी तबीयत है. कैलाश ने धीरे से हाथ उठा लिए पर कुछ बोल न सका. मृणालिनी ने करुण स्वर में कहा, क्या जड़ी कुछ असर न करेंगी. അപ്പം മൃണാലിനിക്ക് ആകെ ടെൻഷനായി. തേച്ച ആ ഒരു ലേപം, തേച്ച ആ ഒരു ഒറ്റമൂലി വർക്ക് ചെയ്യില്ലേ എന്ന് മൃണാലിനി ടെൻഷൻ അടിച്ച് ചോദിക്കും. डॉक्टर साहब ने सिर पकड़कर कहा, क्या बतलाऊं, मैं इसकी बातों में आ गया. अब तो नश्तर से भी कुछ फ़ायदा न होगा. അപ്പോൾ ഡോക്ടറിന് പിന്നെയും ടെൻഷനാവും ചഡ്ഡയ്ക്ക്. ഡോക്ടർ ചഡ്ഡ പറയാണ്, ഞാൻ ആ സമയത്ത് തന്നെ അങ്ങ് ആ നഷ്തർ കൊണ്ട് ആ വിരലങ്ങ് മുറിച്ച് മാറ്റിയാൽ മതിയായിരുന്നു. പക്ഷേ ഇനിയിപ്പം മുറിച്ച് മാറ്റിയിട്ടും കാര്യമില്ല, കാരണം വിഷം ഇങ്ങകത്തോട്ട് സ്പ്രെഡായി കാണും. आध घंटे तक यही हाल रहा. कैलाश की दशा प्रतिक्षण बिगड़ती जा रही थी. यहाँ तक कि उसकी आंखें पतरा गई, हाथ पांव ठंडे पड़ गए, मुख की कांति मलिन पड़ गई. नाड़ी का कहीं पता नहीं. मौत के सारे लक्षण दिखाई देने लगे. ഒരു അരമണിക്കൂർ ഇങ്ങനെ कैलाश കിടക്കുകയാണ്. കിടപ്പ് കണ്ടാൽ ശരിക്കും ഒരു മരിക്കാൻ പോകുന്ന വ്യക്തി കിടക്കുന്ന ഒരു അവസ്ഥയിലാണ്. घर में कोहराम मच गया. मृणालिनी एक और सिर पीटने लगी. माँ अलग पछाड़े खाने लगी. डॉक्टर चड्डा को मित्रों ने पकड़ लिया, नहीं तो वह नश्तर अपनी गर्दन पर मार लेते. ആകെ അമ്മ ഒരു വശത്ത് കരയുന്നു, മൃണാലിനി ടെൻഷൻ അടിച്ച് കരയുന്നു. ഡോക്ടർ ചഡ്ഡായിക്ക് ആ ഒരു സർജറി ചെയ്യുന്ന കത്തി കൊണ്ട് തൻ്റെ കഴുത്തിൽ തന്നെ അങ്ങ് വെട്ടാനുള്ളൊരു വെപ്രാളവും ആകെ കൂടെ ഒരു പരവേശം. പിന്നെ അയാളുടെ ഫ്രണ്ട്സൊക്കെ പിടിച്ച് നിർത്തിയിരിക്കുകയാണ്. एक महाशय बोले, कोई मंत्र झाड़ने वाला मिले तो संभव है अब भी जान बच जाए. അപ്പോൾ അവിടെ കൂടിയിരിക്കുന്നവർ പല ടൈപ്പ് ആൾക്കാരുണ്ടല്ലോ.
ലിറ്ററേറ്റ് ആയിട്ടുള്ളവരും ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ളവരും. അപ്പോൾ ഒരാൾ പറയും ഏതെങ്കിലും മന്ത്രം ഓതുന്ന ആൾക്കാരാരെങ്കിലും അറിയാമെങ്കിൽ വിളിച്ചായിരുന്നെങ്കിൽ ഇവൻ്റെ ജീവൻ രക്ഷപ്പെട്ടേനെ. एक मुसलमान सज्जन ने इसका समर्थन किया, अरे साहब कब्र में पड़ी हुई लाशें जिंदा हो गई हैं, ऐसे ऐसे वाकयात पड़े हुए हैं. അപ്പം വേറൊരാൾ പറയും, അയാൾ മുസ്ലിം ആയിരുന്നു, അയാൾ പറയാണ് ഡെഡ് ബോഡി ആയി എന്ന് വിചാരിച്ച ആൾക്കാർ പോലും മന്ത്രത്തിന് ശക്തി കൊണ്ട് ജീവിച്ച് വന്നിട്ടുണ്ട്. അപ്പം നാച്ചുറലി ആൾക്കാരുടെ മനസ്സിൽ ഇങ്ങനെ മന്ത്രം ഓതുന്നവരിലേക്ക് ചിന്ത പോകും. കാരണം ഒരു ഡോക്ടറിന് പറ്റാത്തതാണ്, ഡോക്ടർ നിസ്സഹായനായിട്ട് അടുത്ത് തന്നെ നിൽപ്പുണ്ട്. അപ്പം ഡോക്ടറിന് പറ്റിയില്ലെങ്കിൽ പിന്നെ അവർക്ക് നാച്ചുറലി അന്ധവിശ്വാസത്തിലേക്ക് പോകേണ്ടി വരും. മന്ത്രം ഓതുന്നവരിലേക്ക് അവരുടെ ശ്രദ്ധ പോകും. डॉक्टर चड्ढा बोले, मेरी अक्ल पर पत्थर पड़ गया था कि इसकी बातों में आ गया, नश्तर लगा देता तो यह नौबत ही क्यों आती. बार बार समझाता रहा कि बेटा सांप न पालो, मगर कौन सुनता था. बुलाइए किसी झाड़ फूक करने वाले ही को बुलाइए, मेरा सब कुछ ले ले, मैं अपनी सारी जायदाद उसके पैरों पर रख दूंगा, लंगोटी बांध कर घर से निकल जाऊंगा, मगर मेरा कैलाश, मेरा प्यारा कैलाश उठ बैठे. ഡോക്ടർ ചഡ്ഡ ഇങ്ങനെ വെപ്രാളപ്പെട്ട് ഓരോന്നിങ്ങനെ ടെൻഷനടിച്ച് പറയാണ്, ഞാൻ ഇവൻ്റെ വാക്കുകൾ കേട്ട് ആ ഒരു വിരൽ മുറിക്കാതിരിക്കണ്ടായിരുന്നു. ഞാൻ ആ സമയത്ത് അത് ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ ഇത്രയും പ്രശ്നം വരില്ലായിരുന്നു. എത്രയോ പ്രാവശ്യം ഇവൻ്റെ അടുത്ത് പറഞ്ഞതാണ് ഈ പാമ്പ് വളർത്തുന്ന ഈ ഒരു പരിപാടി വേണ്ടാന്നുള്ളത്. एक महाशय का किसी झाड़ने वाले से परिचय था, वह दौड़कर उसे बुला लाए, मगर कैलाश की सूरत देखकर उसे मंत्र चलाने की हिम्मत न पड़ी. बोला, अब क्या हो सकता है सरकार, जो कुछ होना था हो चुका. ഒരാൾ ഒരു മന്ത്രം ഓതുന്ന ഒരുത്തിനെ കൊണ്ടുവരികയും ചെയ്തു. പക്ഷേ അയാൾ വന്ന് ഈ കൈലാസിൻ്റെ കിടപ്പ് കണ്ടിട്ട് ഓൾമോസ്റ്റ് മരിച്ച പോലെ ആ കൈലാസ് കിടക്കുന്നത്. അതുകൊണ്ട് അയാൾ പറഞ്ഞു, എനിക്കിനി മന്ത്രങ്ങളൊന്നും ഓതാനൊന്നും ഇല്ല. अरे मूर्ख, यह क्यों नहीं कहता कि जो कुछ न होना था वह हुआ, माँ बाप ने बेटे का सेहरा कहाँ देखा. ആ വന്ന ആൾ പറയും, എന്തായിരുന്നോ സംഭവിക്കാനുള്ളത് എല്ലാം സംഭവിച്ചു, ഇനി എൻ്റെ കയ്യിൽ മന്ത്രങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഇവർ കേട്ട് നിന്നവർ പറയും, എന്താണ് സംഭവിക്കാൻ പാടില്ലാത്തത് അതാണ് സംഭവിച്ചത്, സംഭവിക്കേണ്ടതൊന്നും സംഭവിച്ചില്ല. ആ പയ്യനാണെങ്കിൽ ഒരു വിവാഹിതനായി ഒരു കുടുംബജീവിതം നയിക്കുന്ന ഒരു കാഴ്ച അച്ഛനും അമ്മയ്ക്കും കാണാൻ പറ്റിയില്ല. മൃണാലിനി കാ കാമന തരു ക്യാ പല്ലവ് और पुष्प से रंजित हो उठा, मन के वह स्वर्ण स्वप्न जिनसे जीवन आनंद का स्रोत बना हुआ था क्या पूरे हो गए. जीवन के नृत्यमय तारिका मंडित सागर में आमोद की बहार लूटते हुए क्या उनकी नौका जलमग्न नहीं हो गई. जो न होना था वह हो गया. ഈ മൃണാലിനിയെ തന്നെ ഇവർ ഒരുമിച്ചൊരു ജീവിതം ആഗ്രഹിച്ചതാണ്. അപ്പോൾ ഈ പെൺകുട്ടിയുടെ സകല സ്വപ്നങ്ങളും അകാലത്തിൽ തന്നെ പൊലിഞ്ഞുപോയി. അപ്പോൾ എന്താണ് സംഭവിക്കാൻ പാടില്ലാത്തത് അതാണ് സംഭവിച്ചത്. वही हरा भरा मैदान था, वही सुनहरी चांदनी एक निशब्द संगीत की भांति प्रकृति पर छाया हुई थी, वही मित्र समाज था, वही मनोरंजन के सामान थे, मगर जहाँ हास्य की ध्वनि थी वहाँ करुण क्रंदन और अश्रु प्रवाह था. അല്പം മുമ്പേ വളരെ പാട്ടും കൂത്തും ഡാൻസും ഒക്കെ ആയിട്ട് നടന്ന ഒരു ഗാർഡനാണ് ഡോക്ടർ ചഡ്ഡയുടെ ഗാർഡൻ. അവിടെ ഇപ്പോൾ എല്ലാവരും വിഷമിച്ച് കരഞ്ഞു കലങ്ങി ഇരിക്കുകയാണ്. शहर से कई मील दूर एक छोटे से घर में एक बूढ़ा और बुढ़िया अंगीठी के सामने बैठे जाड़े की रात काट रहे थे. बूढ़ा नारियल पीता था और बीच बीच में खांसता था. बुढ़िया दोनों घुटनियों में सिर डाले आग की ओर ताक रही थी. एक मिट्टी के तेल की कुप्पी ताक पर जल रही थी. घर में न चारपाई थी न बिछौना. एक किनारे थोड़ी सी पुआल पड़ी हुई थी. इसी कोठरी में एक चूल्हा था. ഷെഹർ സെ കൈ മീൽ ദൂർ. ഇനി സിറ്റുവേഷൻ, ഒരു വശത്ത് ഡോക്ടർ ചഡ്ഡയുടെ വീട്ടിൽ പാമ്പിൻ്റെ കടിയേറ്റ് മകൻ മരിച്ചതിന് തുല്യമായി കിടക്കുന്നു. മറുവശത്ത് എഴുത്തുകാരൻ നമ്മളെ കൊണ്ടുവന്നത് ടൗണിലെ മറ്റേ ഭാഗത്ത് ഒരു കുടിലിൽ ഒരു പാവപ്പെട്ട പ്രായം ചെന്ന ബൂഢായും ബുഢിയായും ഇരിക്കുകയാണ്.
और वे एकदम गरीब थे. ഒന്നുമേ ഇല്ല ആ കുടുംബത്തിൽ. ഇല്ലായ്മ എല്ലാ രീതിയിലും വിളിച്ചോതുന്ന ഒരു കുടിലിൽ ഒരു പ്രായം ചെന്ന അപ്പൂപ്പനും അമ്മൂമ്മയും ഇരിക്കുകയാണ്. बुढ़िया दिन भर उपले और सूखी लकड़ियाँ बटोरती थी. बूढ़ा रस्सी बटकर बाजार में बेच आता था. यही उनकी जीविका थी. അപ്പോൾ വയസ്സായ വ്യക്തികളാണ്. ബൂഢ കയറ് പിരിച്ച് മാർക്കറ്റിൽ കൊണ്ട് വിൽക്കും. അതിൽ കിട്ടുന്ന അല്പം വരുമാനം. उन्हें न किसी ने रोते देखा न हंसते. उनका सारा समय जीवित रहने में कट जाता था. मौत द्वार पर खड़ी थी. रोने या हंसने की कहाँ फुर्सत. बुढ़िया ने पूछा, कल के लिए सन तो है नहीं, काम क्या करोगे. അപ്പോൾ ഇവർ രണ്ടുപേരും തമ്മിലുള്ള സംഭാഷണമാണ്. ഇവർ കരയുന്നതോ ചിരിക്കുന്നതോ ആരും കണ്ടിട്ടില്ല. ഇതാരാണ്? ഇതാ അന്ന് ഡോക്ടർ ചഡ്ഡയുടെ മുമ്പിൽ ഒരു കുട്ടിയെ കൊണ്ട് വന്ന ആ ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇവരുടെ 7 മക്കൾ മരിച്ചു. 7ാമത്തെ കുട്ടിയെ കൊണ്ടാണ് അന്ന് ഡോക്ടർ ചഡ്ഡയുടെ അടുത്ത് പോയത്. അതിനുശേഷം ഇവർ ന റോത്തേ ഥേ ന ഹസ്തേ ഥേ. ഇവരുടെ ജീവിതം ജസ്റ്റ് ഇങ്ങനെ അവരങ്ങ് ജീവിക്കാൻ വേണ്ടി അങ്ങ് ജീവിച്ചു പോവാണ്. ജീവിച്ചിരിക്കുന്നത് കൊണ്ട് അങ്ങ് ജീവിക്കുന്ന പോലെയാണ്. ചിരിക്കത്തുമില്ല, കരയത്തുമില്ല. ജാക്കർ झगड़ू साहब से 10 सेर सन उधार लाऊंगा. उसके पहले के पैसे तो दिए ही नहीं और उधार कैसे देगा. न देगा न सही. घास तो कहीं नहीं गई. दोपहर तक क्या 2 आने की भी न काटूंगा. അവർക്ക് ഓരോ ദിവസവും ജീവിക്കണമെങ്കിൽ, കാരണം ഇത് എടുത്തു പറയുന്നത് അവരുടെ മകൻ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഇവർക്ക് ഇത്രയും ബുദ്ധിമുട്ട് വരില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇവർ ഓരോ ദിവസത്തെയും വരുമാനത്തിന് വേണ്ടി ഇവർ വയസ്സായ അവസ്ഥയിലും കഷ്ടപ്പെടുകയാണ്. इतने में एक आदमी ने द्वार पर आवाज़ दी, भगत भगत क्या सो गए, जरा किवाड़ खोलो. അപ്പോൾ ഈ വയസ്സായ വ്യക്തിയുടെ പേരെന്താണ്? ഭഗത്. ഇത് നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാണ്. भगत ने उठकर किवाड़ खोल दिए. एक आदमी ने अंदर आकर कहा, कुछ सुना. डॉक्टर चड्डा बाबू के लड़के को सांप ने काट लिया. ഇവിടെ വന്ന് ന്യൂസ് കൊടുക്കും. വല്ലതും കേട്ടോ? നിങ്ങൾ വല്ലതും അറിഞ്ഞോ? ഡോക്ടർ ചഡ്ഡയുടെ മകനെയില്ലേ പാമ്പ് കടിച്ച്. भगत ने चौंक कर कहा, चड्डा बाबू के लड़के को? वही चड्डा बाबू है ना जो छावनी में बंगले में रहते हैं. हाँ हाँ वही. शहर में हल्ला मचा हुआ है. जाते हो तो जाओ, आदमी बन जाओगी. വന്ന് പറഞ്ഞ ആൾ പറയും, നിനക്ക് മന്ത്രങ്ങളൊക്കെ അറിയാവുന്നതല്ലേ, നീ പോയി രക്ഷപ്പെടുത്തുവാണെങ്കിൽ നീ ആദമി ബൻ ജാओगे, എന്ന് വെച്ചാൽ നീ വലിയ ഹീറോ ആവും. बूढ़े ने कठोर भाव से सिर हिलाकर कहा, मैं नहीं जाता, मेरी बला जाए. वही चड्ढा है, खूब जानता हूँ. भैया लेकर उन्हीं के पास गया था. खेलने जा रहे थे. पैरों पर गिर पड़ा कि एक नज़र देख लीजिए. അപ്പോൾ ഈ ഭഗത്തിന് പെട്ടെന്ന് ഓർമ്മ വരും. ഭഗത്ത് പറയും, എനിക്ക് ഓർമ്മയുണ്ട് ആ ചഡ്ഡ ഡോക്ടറിനെ. ഞാൻ എൻ്റെ മോനെയും കൊണ്ട് അയാളുടെ അടുത്ത് പോയി അയാളുടെ കാൽക്കൽ വീണതാണ്. അപ്പോൾ അങ്ങേര് എന്താ പറഞ്ഞത്? അയാൾ കളിക്കാൻ പോവുകയാണ്, അയാളുടെ എൻ്റർടൈൻമെൻറ്റിൻ്റെ സമയമാണ്. സീധേ മുँह से बात तक न की. भगवान बैठे सुन रहे थे. अब जान पड़ेगा कि बेटे का गम कैसे होता है. कई लड़के हैं. ഇനി അയാൾക്ക് മനസ്സിലാവും ഒരു മകൻ നഷ്ടപ്പെടുന്നതിൻ്റെ വിഷമം എന്താണെന്ന്. അന്ന് എൻ്റെ വിഷമം അയാൾ മനസ്സിലാക്കിയില്ല. അയാൾക്ക് ഒരുപാട് ആമക്കളും കാണും, അതുകൊണ്ട് അയാൾക്ക് വലിയ പ്രശ്നവും വരില്ലായിരിക്കും. नहीं जी, यही तो एक लड़का था. सुना है सबने जवाब दे दिया है. അപ്പോൾ വന്ന ആൾ പറയും, ഇല്ല ഇല്ല, അയാൾക്ക് മകനായിട്ട് ഈ ഒരു മകനേ ഉള്ളൂ. भगवान बड़ा कारसाज है. उस वक़्त मेरी आँखों से आंसू निकल पड़े थे, पर उन्हें तनिक भी दया न आई थी. मैं तो उनके द्वार पर होता तो भी बात न पूछता. അപ്പം ഭഗവാൻ ബടാ കാർസാജ് ഹെ, ഈശ്വരൻ എല്ലാം കാണുന്നുണ്ട് ഭഗത്ത് പറയാണ്. അതുകൊണ്ടാണ് ഈശ്വരൻ ഡോക്ടർ ചഡ്ഡയെ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ കൊണ്ട് ഇട്ടത്. സ്വയം ജീവിച്ചിരിക്കുമ്പം തൻ്റെ മകൻ ഈ ഒരു ആപത്ത് കാണേണ്ടി വരുന്ന ഒരു അവസ്ഥ. ഞാൻ അയാളുടെ വീടിൻ്റെ അടുത്തായിരുന്നെങ്കിൽ ഞാൻ ചോദിക്കത്ത് പോലും ഇല്ലായിരുന്നു എന്താ വിഷമമെന്ന്. കാരണം അയാൾ അത്രമാത്രം ദ്രോഹമാണ് എന്നോട് ചെയ്തത്. तो न जाओगे, हमने जो सुना था सो कह दिया. അപ്പോൾ വന്ന ആൾ പറയും, നിങ്ങൾ വേണേ പോന്നില്ലേ. अच्छा किया, कलेजा ठंडा हो गया, आँखें ठंडी हो गई. लड़का भी ठंडा हो गया होगा. तुम जाओ, आज चैन की नींद सोऊंगा. ഇന്ന് ഞാൻ സമാധാനത്തിൻ്റെ ഉറക്കം ഉറങ്ങും.
സമാധാനമായിട്ട് ഇന്നാണ് ഞാൻ ഉറങ്ങാൻ പോകുന്നത്. എൻ്റെ മകൻ മരിച്ചതിന് ശേഷം ഈ ഒരു വാർത്ത കേട്ടിട്ട് മേരാ കലേജ ഠണ്ടാ ഹോ ഗയ. എനിക്ക് നല്ല സന്തോഷം തോന്നുന്നു. എനിക്ക് നല്ലൊരു സമാധാനം, എൻ്റെ നെഞ്ചിലൊരു തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട്. बुढ़िया से वो कहने लगा, ज़रा तंबाकू ले ले, एक चिलम और पीऊँगा. अब मालूम होगा लाला को, सारी साहबी निकल जाएगी. हमारा क्या बिगड़ा, लड़के के मर जाने से कुछ राज तो चला नहीं गया. जहाँ 6 बच्चे गए वहाँ एक और चला गया. तुम्हारा तो राज सूना हो जाएगा. ഓ, എനിക്കെന്താ നഷ്ടപ്പെടാൻ? എനിക്ക് 6 മക്കൾ നേരത്തെ നഷ്ടപ്പെട്ടു, 7ാമത്തതും പോയി. പക്ഷേ അങ്ങേർക്കാകെ ഉള്ള ഒരു പയ്യനെ ഉള്ളെന്ന് പറയുന്നു. അപ്പം എന്ന് മാത്രമല്ല, എനിക്ക് വലിയ സ്വത്തൊന്നും ഇല്ല മക്കൾക്ക് കൈമാറാൻ. അതുകൊണ്ട് എൻ്റെ നഷ്ടത്തിനേക്കാളും വളരെ അധികം നഷ്ടമാണ് അങ്ങേർക്കുണ്ടാവാൻ പോകുന്നത്. ഉസി കെ വാസ്തെ സബ്കാ ഗല ദബാ ദബാ കർ ജോടാ था ना, अब क्या करोगे, एक बार देखने जाऊँगा, पर कुछ दिन बाद मिजाज का हाल पूछूँगा. അപ്പോൾ ഇയാൾ ആ ഒരു സൈക്കോളജി നോക്കണേ, എങ്ങനെയാണ് പ്രേംചന്ദ് ആ ഒരു സൈക്കോളജി പോർട്രേ ചെയ്തിരിക്കുന്നത്. ഈ ഭഗത്തിന് ശരിക്കും വർഷങ്ങളുടെ ആ ഒരു വിഷമം അല്പം ശാന്തമായത് ഇന്നാണ് ഈ ഒരു വാർത്ത കേട്ടപ്പം. എന്നിട്ട് അയാൾ മനസ്സിൽ തന്നെ എന്തൊക്കെയാണ് പറയുന്നത്, ഞാൻ അയാളെ കാണാൻ പോകും, ഇപ്പോഴല്ല, മകൻ മരിച്ചു കഴിഞ്ഞ് കുറച്ച് ദിവസം എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് ചോദിച്ച് പോകും. അപ്പോൾ നാച്ചുറലി ഒരു മകൻ നഷ്ടപ്പെട്ട ഒരു അച്ഛൻ്റെ ഒരു യഥാർത്ഥ ചിത്രമാണ് ഇവിടെ കാണിക്കുന്നത്. ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ചിന്താഗതിയാണ് പ്രേംചന്ദ് ഇവിടെ കാണിക്കുന്നത്. ആദ്മി ചലാ ഗയാ, ഭഗത് ने किवाड़ बंद कर लिए, तब चिलम पर तंबाकू रख कर पीने लगा. बुढ़िया ने कहा, इतनी रात गए जाड़े पाले में कौन जाएगा. അപ്പം അമ്മയുടെ മനസ്സിലും ആ ഒരു ദേഷ്യം നാച്ചുറലി ഉണ്ട് അല്ലേ. അമ്മ പറയാണ്, ഇത്തിനി രാത്ത് ഗയേ ജാടേ പാലേമേ കോൺ ജായക, ഇത്രയും രാത്രി ഈ തണുപ്പത്താര് പോകാനല്ലേ. അരേ दोपहर ही होता तो मैं न जाता, सवारी दरवाजे पर लेने आती तो भी न जाता, भूल नहीं गया हूँ, पन्ना की सूरत आँखों में फिर रही है. ഈ പേര് ഓർത്തിരുന്നേരെ, ആ ഭഗത്തിൻ്റെ മരിച്ചുപോയ കുട്ടിയുടെ പേര് പന്ന എന്നാണ്. രാത്രിയിൽ ആര് പോകാനാന്ന് ഈ വയസ്സായ സ്ത്രീ പറയുമ്പം ഭഗത്ത് പറയാണ്, പകലായാലും ഞാൻ പോവില്ല, എൻ്റെ വീട്ടിൽ വണ്ടിയും കൊണ്ടുവന്ന് നിന്നെ വെയിറ്റ് ചെയ്ത് എന്നെ കൊണ്ടുപോകാം, എനിക്ക് ലിഫ്റ്റ് തരാമെന്ന് പറഞ്ഞാലും ഞാൻ പോവില്ല. കാരണം പന്ന की सूरत मेरी आँखों में फिर रही है, इस निर्दयी ने उसे एक नज़र देखा तक नहीं. ഈ ചഡ്ഡ ഡോക്ടർ എൻ്റെ കുട്ടിയെ ഒരു നോക്ക് പോലും ചെയ്തില്ല. क्या मैं न जानता था कि वह न बचेगा, खूब जानता था. चड्ढा भगवान नहीं थे कि उनके एक निगाह देख लेने से अमृत बरस जाता. नहीं, खाली मन की दौड़ थी. अब किसी दिन जाऊंगा और कहूँगा, क्यों साहब कहिए क्या रंग है. എനിക്കറിയാമായിരുന്നു, ഞാൻ എൻ്റെ മകനെ ചഡ്ഡ ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോയപ്പം എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു, മകൻ രക്ഷപ്പെടില്ല എന്ന് എനിക്ക് അറിയാമായിരുന്നു. പക്ഷേ എൻ്റെ ഒരു ആശ്വാസത്തിനാണ് ഞാൻ കൊണ്ടുപോയത്. ഒരു ഡോക്ടറിനെ കാണിച്ചല്ലോ, ആ ഡോക്ടറിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ. പക്ഷേ ആ വ്യക്തി എൻ്റെ കുട്ടിയെ നോക്കിയ പോലും ഇല്ല. അബ് കിസി ദിൻ ജാऊंगा और कहूँगा क्यों साहब कहिए क्या रंग है. ഇനി ഡോക്ടർ ചഡ്ഡയുടെ മകൻ മരിച്ചു കഴിഞ്ഞ് ഞാൻ ഒന്നും അറിയാത്ത മട്ടിൽ പോയി എന്തൊക്കെയുണ്ട് സാറേ വിശേഷം എന്ന് ഞാൻ ചോദിക്കും. दुनिया बुरा कहेगी, कहे कोई परवाह नहीं, छोटे आदमियों में तो सब ऐब हैं, बड़ों में कोई ऐब नहीं होता, देवता होते हैं. ഞങ്ങൾ പാവപ്പെട്ടവർ, നമ്മളിങ്ങനത്തെ മാനുഷികമായിട്ടുള്ള കുറ്റങ്ങളൊക്കെ ചെയ്യുമ്പം നമ്മളെ ഒരുപാട് കുറ്റപ്പെടുത്താൻ ഒരുപാട് പേര് കാണും. പണക്കാരെന്തൊക്കെ ചെയ്താലും അവരെ കുറ്റപ്പെടുത്താൻ ഒന്നും ആരും കാണില്ല. भगत के लिए यह जीवन में पहला अवसर था कि ऐसा समाचार पाकर वह बैठा रह गया हो. 80 वर्ष के जीवन में ऐसा कभी न हुआ था कि सांप की खबर पाकर वह दौड़ न गया हो. അപ്പം നോക്കിയേ, ഈ ഭഗത്ത് പ്രൊഫഷണലി ആരാണ്? ഭഗത്ത് ഒരു വൈദ്യനാണ്, പാമ്പ് കടിക്ക് മരുന്ന് കൊടുക്കുന്ന വൈദ്യനാണ്, മന്ത്രവും മരുന്നും കൊടുക്കുന്ന വൈദ്യനാണ്. ഈ 2 പ്രൊഫഷണൽ ആൾക്കാരെയാണ് മുഖാമുഖം നമ്മുടെ മുമ്പിൽ പ്രേംചന്ദ് നിർത്തുന്നത്. ഒന്ന് ഡോക്ടർ ചഡ്ഡ, ഒന്ന് ഭഗത്ത്.
ഇപ്പോൾ 80 വയസ്സായി, 80 വർഷ കെ ജീവൻ മേ ആദ്യമായിട്ടാണ് ഈ പാമ്പ് കടി ഏൽക്കുക എന്ന് പറയുമ്പോഴേ നാച്ചുറലി എത്രയും വേഗം അതിന് മരുന്ന് ചെയ്യണം. എമർജൻസി അങ്ങനെയാണ് അതിൻ്റെ ആ ഒരു കാര്യത്തിന് അത്രയ്ക്ക് സീരിയസ് അതാണ്. അപ്പം ഭഗത് അതിന് എക്സ്പേർട്ടാണ്. എവിടെ പാമ്പ് കടി ഏറ്റുന്നത് കേട്ടോ ജീവനും കളഞ്ഞ് ഭഗത് അവിടെ എത്തും. പക്ഷേ ഇതാദ്യമായിട്ടാണ് അയാളുടെ ലൈഫിൽ ഒരിടത്ത് പാമ്പ് കടി ഏറ്റു എന്നറിഞ്ഞിട്ട് അയാൾ പോകാതിരിക്കുന്നത്. മാഘ് ഫൂസ് की अंधेरी रात, चैत बैसाख की धूप और लू, सावन भादों की चढ़ी हुई नदी और नाले, किसी की उसने कभी परवाह नहीं की. കാലാവസ്ഥ ഏതും ആയിക്കോട്ടെ, മാഘ് പൂസ് की अंधेरी रात, മാഘ് പൂസ് എന്ന് പറയുമ്പോൾ വളരെ കോച്ചി പിടിക്കുന്ന തണുപ്പുള്ള രാത്രി. നമ്മുടെ ഇവിടെ കേരളത്തിൽ അങ്ങനത്തെ ക്ലൈമറ്റ് പൊതുവേ ഇല്ല. പക്ഷേ നോർത്ത് ഇന്ത്യയിൽ മാഘ് പൂസ് എന്ന് പറയുമ്പോൾ അങ്ങ് ഭയങ്കര തണുപ്പായിരിക്കും, ഇറങ്ങാനേ ഒക്കില്ല വെളിയിൽ. അതുപോലെ ധൂപ്പ് ഓർ ലൂ, ഭയങ്കര ചൂട് കാറ്റടിക്കുന്ന കാലാവസ്ഥയുണ്ട്. അല്ലെങ്കിൽ മഴ സാവൻ്റെ സമയത്ത് സാവൻ ഭാദവും കി ചെടി ഹുയി നദി ഓർ നാലെ, വെള്ളപ്പൊക്കത്തിന് സമയമായാലും പാമ്പ് കടി ഏറ്റെന്നറിഞ്ഞാൽ ഭഗത്ത് അവിടെ എത്തിയിരിക്കും. അതാണ് ഭഗത്തിൻ്റെ ഒരു ആത്മാർത്ഥത. वो किसी की परवाह नहीं करता, वह तुरंत घर से निकल पड़ता था, निस्वार्थ निष्काम, लेन देन का विचार कभी दिल में आया नहीं. ഇത് ഇങ്ങനെ ചെന്നിട്ട് എനിക്ക് വല്ലതും കിട്ടും, അല്ലെ എനിക്ക് ആദ്യമേ ഫീസ് കിട്ടിയാലേ ഞാൻ പേഷ്യൻറ്റിനെ നോക്കൂ, അങ്ങനൊന്നുമല്ല. ഭഗത്ത് പാമ്പ് കടി ഏറ്റു, എവിടെങ്കിലും പാമ്പ് കടി ഏറ്റു എന്നറിഞ്ഞാൽ മഴയായാലും വെള്ളപ്പൊക്കമായാലും പൊള്ളുന്ന ചൂടായാലും ഭഗത്ത് ഓടി ചെല്ലുമായിരുന്നു. यह साधारण काम ही न था, जान का मूल्य कौन दे सकता है, यह एक पुण्य कार्य था. सैकड़ों निराशों को उसके मंत्रों ने जीवन दान दे दिया था. पर आज वह घर से कदम नहीं निकाल सका. यह खबर सुनकर सोने जा रहा है. പക്ഷേ ഇന്ന് അയാൾ പാമ്പ് കടി ഏറ്റെന്നുള്ളൊരു വാർത്ത കേട്ടിട്ട് വീട്ടിൽ നിന്ന് പുറത്തു പോകാതെ ഇരിക്കുകയാണ്. ബുढ़िया कहा, तंबाकू अंगीठी के पास रखी हुई है, उसके भी आज 2.5 पैसे हो गए, देती ही ना थी. बुढ़िया यह कहकर लेटी. बूढ़े ने कुप्पी बुझाई, कुछ देर खड़ा रहा, फिर बैठ गया, अंत को लेट गया. पर यह खबर उसके हृदय पर बोझे की भांति रखी हुई थी. ഞാൻ പോകില്ല, എന്നെ വണ്ടി വന്ന് വിളിച്ചാൽ പോലും ഞാൻ ആ ചഡ്ഡയുടെ വീട്ടിൽ പോകില്ല. എന്ന് മാത്രമല്ല, അയാളുടെ മകൻ മരിച്ചു കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞ് ഞാൻ അയാളോട് പോയി ഒന്ന് ചോദിക്കുന്നുണ്ട് എന്തൊക്കെയുണ്ട് വിശേഷം എന്നൊക്കെ മനസ്സിൽ പറഞ്ഞ ഭഗത്തിന് പക്ഷേ ഇരുന്നിട്ടും കിടന്നിട്ടും സമാധാനം കിട്ടുന്നില്ല. उसे मालूम हो रहा था उसकी कोई चीज़ खो गई है, जैसे सारे कपड़े गीले हो गए हैं या पैरों में कीचड़ लगा हुआ है, जैसे कोई उसके मन में बैठा हुआ उसे घर से निकालने के लिए കുരേത് रहा है. ആരോ അയാളുടെ മനസ്സിൻ്റെ ഉള്ളിലിരുന്നു കൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി ആ കുട്ടിയെ രക്ഷിക്ക് എന്നാരോ പറയുന്ന പോലെ അയാൾക്കൊരു സമാധാനവും ഇല്ല. बुढ़िया ज़रा देर में खर्राटे लेने लगी. बूढ़े बातें करते करते सोते हैं और ज़रा सा खट्टा होते ही जागते हैं. तब भगत उठा, अपनी लकड़ी उठा ली और धीरे से किवाड़ खोले. അപ്പോൾ ഈ ഇരുന്നിട്ടും കിടന്നിട്ടും ഭഗത്തിന് സമാധാനം വരുന്നില്ല. അയാൾ പെതുക്കെ കുടിലിൻ്റെ വാതിൽ തുറക്കും. ബുढ़ിയാനെ പൂച്ച കഹാ ജാത്തേ ഹോ. അപ്പം ആക്ച്വലി ബുढ़ിയ ഉറങ്ങിയതായിരുന്നു, പക്ഷേ ഈ സൗണ്ട് കേട്ടായിരിക്കും അവർ എണ്ണീറ്റ് ചോദിക്കും എവിടെ പോകുന്നെന്ന്. കഹി നഹി ദേഖ്താ ഥാ കി കിത്നി രാത് ഹേ. അപ്പോൾ ഇയാൾ കള്ളം പറയും. ഇയാൾ പറയും ഇല്ല, രാത്രി ഇനി എത്ര യാമം ഉണ്ടെന്ന് നോക്കാൻ ഉദ്ദേശിക്കുന്നു. അഭി ബഹുത് രാത് ഹേ, സോ ജാओ. നീന്ത് നഹി ആത്തി. ഉറങ്ങാൻ പറയുമ്പം ഇയാൾ പറയും എനിക്ക് ഉറക്കം വരുന്നില്ല. നീന്ത് കാഹേ ആവേഗി, മൻ തോ ചഡ്ഡാ കെ ഘർ പർ ലഗാ ഹുവാ ഹേ. എങ്ങനെ ഉറക്കം വരാനാ? ചഡ്ഡാടെ വീട്ടിലല്ലേ മനസ്സ് മുഴുവനും. അപ്പോൾ ഇയാളുടെ ഭാര്യയ്ക്ക് ഇയാളുടെ സ്വഭാവം നല്ലപോലെ അറിയാം. ഭാര്യയ്ക്കറിയാം ഒരാൾക്ക് പാമ്പ് കടി ഏറ്റ് അപ്പോൾ ഇയാൾക്ക് പോകാതിരിക്കാൻ പറ്റില്ല, ഇയാളുടെ മനസ്സ് അനുവദിക്കില്ല എന്ന് ഭാര്യയ്ക്കറിയാം. चड्ढा ने मेरे साथ कौन सी नेकी कर दी है जो वहाँ जाऊँ, वहाँ आकर पैरों पड़े तो भी न जाऊँ. ഞാൻ ചട്ടയുടെ അടുത്തൊന്നും പോവില്ല. അയാൾ എൻ്റെ അടുത്ത് ചെയ്തതിന് ഞാൻ മറന്നിട്ടില്ല. അയാൾ എൻ്റെ കാൽക്കൽ വന്ന് വീണാൽ പോലും ഞാൻ പോവില്ല. ഉഠേ തോ തും ഇസി ഇരാദേ സേ ഹി. അപ്പോൾ വൈഫ് പറയും നിങ്ങൾ പക്ഷേ കട്ടിലിൽ നിന്ന് എണ്ണീറ്റത് ചഡ്ഡയുടെ വീട്ടിൽ പോകാനല്ലേ,
नहीं री, ऐसा पागल नहीं हूँ कि जो मुझे कांटे बोए उसके लिए फूल बोता फिरूं. അപ്പം ഭഗത്ത് പറയാം, ഇല്ല ഇല്ല, ഞാൻ അത്രയ്ക്ക് വിഡ്ഢിയൊന്നുമല്ല. എനിക്ക് എൻ്റെ വഴിയിലെല്ലാം മുള്ളുകൾ പാകിയ ഒരുത്തന് ഞാൻ അയാളുടെ വഴിയിൽ പുഷ്പങ്ങൾ പാകുക എന്ന് വെച്ചാൽ ഞാൻ അത്രയ്ക്ക് നല്ല മനുഷ്യനൊന്നും അല്ല. बुढ़िया फिर सो गई. भगत ने किवाड़ लगा दिए और फिर आकर बैठा. पर उसके मन की कुछ ऐसी दशा थी जो बाजे की आवाज़ कान में पड़ते ही उपदेश सुनने वालों की होती है. आंखें चाहे उपदेशक की ओर हो, पर कान बाजे ही की ओर होते हैं. दिल में भी बापे की ध्वनि गूंजती रहती है. നമ്മൾ ഈ ആരെങ്കിലും നമ്മളെ ഉപദേശിക്കുകയാണ്, നമ്മുടെ ചെവി ആ ഉപദേശിക്കുന്ന വ്യക്തിയുടെ അടുത്തേക്കാണ്. പക്ഷേ എവിടെയെങ്കിലും കൊട്ടും ബഹളമൊക്കെ കേൾക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സ് അങ്ങോട്ട് പോകുന്നത് പോലെ ഭഗത്ത് ഇരിക്കുന്നത് കുടിലാണെങ്കിലും ഭഗത്തിൻ്റെ മനസ്സ് മുഴുവനും ആ പാമ്പ് കടി ഏറ്റ ആ കുട്ടിയുടെ അങ്ങോട്ടങ്ങ് പോവാണ്. शर्म के मारे जगह से नहीं उठता. निर्दयी प्रतिघात का भाव भगत के लिए उपदेशक था, पर हृदय उस अभागे युवक की ओर था जो इस समय मर रहा था, जिसके लिए एक एक पल का विलंब घातक था. അപ്പോൾ ഒരു വശത്ത് കഠോരമായ ഒരു പ്രതികാര ഭാവം അത് ഭഗത്തിൻ്റെ മനസ്സിൽ, മറുവശത്ത് ആ പാമ്പുകടി ഏറ്റ യുവാവിൻ്റെ അങ്ങോട്ടായിരുന്നു ഭഗത്തിൻ്റെ മനസ്സ് മുഴുവനും പോകുന്നത്. ഏക് ഏക് പൽ കാ വിലംബ് ഘാതക് ഥ. ഓരോ നിമിഷവും വേസ്റ്റ് ആവുന്നതനുസരിച്ച് പാമ്പുകടിയുടെ ആ വിഷം തീവ്രത കൂടിക്കൊണ്ടേ ഇരിക്കും. ഉസ്നെ ഫിർ കിവാട് ഖോലെ ഇത്തനെ ധീരെ സെ कि बुढ़िया को खबर भी न हुई. बाहर निकल आया. उसी वक्त गांव का चौकीदार गश्त लगा रहा था. बोला, कैसे उठे भगत, आज तो बड़ी सर्दी है, कहीं जा रहे हो क्या? അങ്ങനെ സൗണ്ട് ഉണ്ടാക്കാതെ വൈഫ് അറിയാതെ ഭഗത്ത് വെളിയിലിറങ്ങും. അപ്പോൾ വെളിയിൽ ചോക്കിദാർ നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്നുണ്ടായിരുന്നു. ചോക്കിദാർ ചോദിക്കും, വാച്ച്മാൻ ചോദിക്കും, എവിടെ പോകുന്നു ഭഗത്? भगत ने कहा, नहीं जी, जाऊंगा कहाँ, देखता था अभी कितनी रात है, भला कै बजे होंगे? ഞാൻ വെറുതെ രാത്രി ഇനി എത്ര നേരം ഉണ്ടെന്നറിയാൻ ഇറങ്ങിയതാന്ന് പറയും. चौकीदार बोला, 1 बजा होगा और क्या. अभी थाने से आ रहा था तो डॉक्टर चड्डा बाबू के बंगले पर बड़ी भीड़ लगी हुई थी. उनके लड़के का हाल तो तुमने सुना होगा. कीड़े ने छू लिया है, चाहे मर भी गया हो. तुम चले जाओ तो शायद बच जाए. सुना है 10,000 तक देने को तैयार है. അപ്പോൾ ചോക്കിദാറും എല്ലായിടത്തും ഈ വാർത്തയാണ്. ഡോക്ടർ ചഡ്ഡയുടെ മകന് പാമ്പുകടി ഏറ്റു. ഈ ഒരു ന്യൂസാണ് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്തിരിക്കുന്നത്. അപ്പം നീ പോവുകയാണെങ്കിൽ ഒരുപക്ഷെ അവൻ രക്ഷപ്പെടും. मैं तो न जाऊं, चाहे वह 10 लाख भी दें. मुझे 10,000 या 10 लाख लेकर करना क्या है? कल मर जाऊंगा, फिर कौन भोगने वाला बैठा हुआ है. അപ്പോൾ ചോക്കിദാർ പറയുന്നത് എന്താണ്? 10,000 രൂപ പാരിതോഷികം തരുമെന്നാണ് പറഞ്ഞത് മകനെ രക്ഷിക്കുന്നവർ. അന്നത്തെ കാലത്തെയാണ് 10,000 രൂപ. ഭഗത്ത് പറയാണ്, എനിക്ക് 10 ലക്ഷം രൂപ തന്നാലും ഞാൻ പോകുന്നില്ല. കാരണം 10 ലക്ഷം രൂപ മേടിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാനാണ്? എനിക്ക് മക്കളാരുമില്ല ആ സ്വത്തൊക്കെ ആസ്വദിക്കാൻ. चौकीदार चला गया. भगत ने आगे पैर बढ़ाया. जैसे नशे में आदमी की देह अपने काबू में नहीं रहती. पैर कहीं रहता है, पढ़ता कहीं है, कहता कुछ है, ज़बान से निकलता कुछ है. वही हाल इस समय भगत का था. मन में प्रतिकार था, पर कर्म मन के अधीन न था. അപ്പോൾ ഇതാണ് ഈ ഒരു സ്റ്റോറിയിലെ മന്ത്രം. ഈ ഒരു ദുനിയാവിനെ കൂടുതൽ മനോഹരമാക്കാനുള്ള ഒരു മന്ത്രം എന്നുവെച്ചാൽ ഈ ഒരു വയസ്സായ ഭഗത്തിന് മന്മേ പ്രതികാർത്ഥ, മനസ്സിൽ ദ്വേഷമുണ്ട്, വൈരാഗ്യമുണ്ട് ഡോക്ടർ ചഡ്ഡയോട്. പർ കർമ്മ മൻ കെ അധീനത, കർത്തവ്യബോധമായിരുന്നു അയാളെ മുന്നോട്ട് നയിച്ചത്. ജിസ്നെ കഭി തൽവാർ നഹീ ചലായി वह इरादा करने पर भी तलवार नहीं चला सकता. उसके हाथ कांपते हैं, उठते ही नहीं. ഒരിക്കലും വാള് ഓങ്ങി മറ്റുള്ളവരെ ദ്രോഹിക്കാത്ത വ്യക്തിക്ക് വേണമെന്ന് വിചാരിച്ചാലും അത് ചെയ്യാൻ പറ്റില്ല. അതുപോലെ വേണ്ടാന്ന് വിചാരിച്ചാലും പോയേ പറ്റൂ ഭഗത്തിന്. കാരണം അയാളുടെ മനസ്സിലെ ആ ഒരു കർത്തവ്യബോധം അത്രമേൽ വലുതായിരുന്നു. ഭഗത് ലാഠി ഖട്ട് ഖട്ട് കർത്ത
लपका चला जाता था। चेतना रोकती थी पर उपचेतना ठेलती थी। सेवक स्वामी पर हावी था. അയാളുടെ ഒരു സബ് കോൺഷ്യസ് മൈൻഡ് അയാളെ തള്ളി അങ്ങോട്ടേക്ക് കൊണ്ടുപോവാണ്. ഒരു വശത്ത് അയാളുടെ മകൻ പന്നാട മുഖം ഓർമ്മ വരുമ്പോൾ പോകണ്ട, വേണ്ട, ചഡ്ഡ അനുഭവിക്കട്ടെ എന്ന് തോന്നും. അത് റിയാലിറ്റി. മറുവശത്ത് ആദർശ് എന്ന് വെച്ചാൽ തൻ്റെ ജോലി ചെയ്യുക, തൻ്റെ പ്രൊഫഷനിലൂടെ നീതി പുലർത്തുക. ഇതുകൊണ്ട് തന്നെയാണ് ഈ എഴുത്തുകാരനെ പ്രേംചന്ദ് ആദർശോന്മുഖി യഥാർത്ഥവാദി റൈറ്റിംഗ് ആണെന്ന് പറയുന്നത്. യഥാർത്ഥ കാണിക്കും, റിയൽ എന്താണെന്ന് കാണിക്കും. ആദർശ് എന്ന് വെച്ചാൽ എങ്ങനെ ആയിരിക്കണം അത് പോർട്രേ ചെയ്യുന്ന ഒരു എഴുത്തുകാരനാണ് പ്രേംചന്ദ്. ആधी रात निकल जाने के बाद सहसा भगत रुक गया. हिंसा ने क्रिया पर विजय पाई. मैं यूं ही इतनी दूर चला आया. इस जाड़े पाले में मरने की मुझे क्या पड़ी थी. आराम से सोया क्यों नहीं. नींद न आती न सही. 2-4 भजन ही गाता. व्यर्थ इतनी दूर दौड़ा आया. चड्ढा का लड़का रहे या मरे मेरी बला से. मेरे साथ उन्होंने ऐसा कौन सा सलूक किया था कि मैं उनके लिए मरूं. പാതി വഴി ഓടി. അയാൾ ലിറ്ററലി ഓടുമായിരുന്നു. കാരണം അയാളുടെ സബ് കോൺഷ്യസ് മൈൻഡ് അയാളോട് ആ കുട്ടിയെ രക്ഷിക്കണമെന്ന് പറയായിരുന്നു. പാതി വഴി ഓടിക്കഴിഞ്ഞാണ് ഭഗത് ഇങ്ങനെ ചിന്തിക്കുന്നത്, ഈ പാതിരാത്രിക്ക് എനിക്ക് വല്ല കാര്യമുണ്ടായിരുന്നോ ഈ തണുപ്പത്ത് ഇറങ്ങി ഇങ്ങനെ വരാൻ. ദുനിയാമേ ഹസാറോ മർത്തെ ഹൈ ഹസാറോ ജീത്തെ ഹൈ. മുझे किसी के मरने जीने से मतलब. मगर उपचेतना ने अब एक दूसरा रूप धारण किया. जो हिंसा से बहुत कुछ मिलता जुलता था वह झाड़ फूंक करने नहीं जा रहा है. वह देखेगा कि लोग क्या कर रहे हैं. डॉक्टर साहब का रोना पीटना देखेगा. നോക്കിയേ ആ ഒരു സൈക്കോളജിക്കൽ മൂവ്, ആ ഒരു സൈക്കോളജിക്കൽ സിറ്റുവേഷൻ. പാതി വഴി എത്തിയ ഭഗത്ത് ഇപ്പം ചിന്തിക്കുന്നത് എന്താണ്, ഞാൻ അവിടെ ചെന്നിട്ട് ഡോക്ടർ ചഡ്ഡയുടെ ആ ഒരു പരവേശവും ആ ഒരു വിഷമിക്കുന്ന അവസ്ഥയും എല്ലാം കണ്ട് ആസ്വദിക്കും. കാരണം ഇതേ അവസ്ഥയിലൂടെ ഞാൻ കടന്നുപോയപ്പം അയാൾ വളരെ നിർദ്ദയനായിട്ട് ഒരു ഭാവമില്ലാതെ അങ്ങ് കളിക്കാൻ പോയി കളഞ്ഞു. അപ്പോൾ ഇന്ന് ഒരു മകൻ നഷ്ടപ്പെടുന്ന ഒരു അച്ഛൻ്റെ വേദന ഞാൻ കണ്ട് ആസ്വദിക്കും. डॉक्टर साहब का रोना पीटना देखेगा. किस तरह सिर पीटते हैं, किस तरह पछाड़े खाते हैं. वे लोग तो विद्वान होते हैं, सब्र कर जाते होंगे. हिंसा भाव को यूं धीरज देता हुआ वह फिर आगे बढ़ा. പിന്നെ അയാൾ മനസ്സിൽ കരുതും, ഡോക്ടറല്ലേ, പാവപ്പെട്ടവരെ പോലെ ഇങ്ങനെ നിലവിളിച്ചൊന്നും കരയത്തില്ലായിരിക്കും. അവരൊക്കെ ഇങ്ങനെ സീരിയസ് ആയിട്ട് ഇങ്ങനെ ദുഃഖ സമയത്തും ഇങ്ങനെ സീരിയസ് ആയിട്ട് നിൽക്കത്തേ ഉള്ളായിരിക്കും. ഏതായാലും ഏതവസ്ഥയിലാണ് ഡോക്ടർ ചഡ്ഡ എന്ന് എനിക്കൊന്ന് കണ്ട് ആസ്വദിക്കണം. ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് ഭഗത്ത് മുന്നോട്ട് പോകും. ഭഗത്ത് പാമ്പ് കടി ഏൽക്കുന്നവർക്ക് മന്ത്രവും പിന്നെ മരുന്നും കൊടുക്കുന്നൊരു വ്യക്തിയാണ്. അപ്പം എന്നിരുന്നാലും ഭഗത്തിന് പെട്ടെന്ന് ചഡ്ഡയുടെ പേര് കേൾക്കുമ്പം തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നു. ആ ഒരു ഡോക്ടർ തൻ്റെ പ്രൊഫഷനോട് ഒട്ടും ആത്മാർത്ഥത കാണിക്കാത്തൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അതിന് ഓടിപ്പോകേണ്ട കാര്യമില്ല. അങ്ങേരും അറിയട്ടെ സ്വന്തം മകൻ നഷ്ടപ്പെടുമ്പോൾ ഉള്ള ഒരു വേദന. എന്നിരുന്നാലും ഉള്ളിലൊരു തൻ്റെ ഒരു പ്രൊഫഷനോടുള്ള ഒരു ആത്മാർത്ഥത കാരണം ഭഗത്ത് ഇറങ്ങി പുറപ്പെടുകയാണ്. പാതിരാത്രിക്ക് ചഡ്ഡയുടെ വീട്ടിലേക്ക് ഇറങ്ങി പുറപ്പെടുകയാണ്. ആ സമയത്തും അയാളുടെ മെൻ്റൽ കോൺഫ്ലിക്റ്റ് 2 രീതിയിലാണ്. ഒരു വശത്ത് അയാൾ അങ്ങോട്ട് തൻ്റെ പ്രൊഫഷനോടുള്ള ഒരു ആത്മാർത്ഥത കാരണം പോകുന്നു. മറുവശത്ത് ഒരു സബ് കോൺഷ്യസ് മൈൻഡിൽ അയാളുടെ ചിന്ത, ഞാൻ അവിടെ ചെന്നിട്ട് ചഡ്ഡയുടെ ആ ഒരു വേദന കണ്ട് ആസ്വദിക്കും. എങ്ങനെയുണ്ട്, എന്തൊക്കെയുണ്ട് വിശേഷം, ഇപ്പം എങ്ങനെ തോന്നുന്നു, അയാൾ എങ്ങനെയാണ് കരയുന്നത്. അതും അയാൾ വളരെ ധനികനായത് കാരണം പാവപ്പെട്ടവർ കരയുന്ന പോലെ കരയാതെ വളരെ സംയമനം പാലിച്ച് നിൽക്കുമോ, ഇതൊക്കെ കാണാൻ ആണ് ഞാൻ പോകുന്നത്. ഇങ്ങനെ 2 മാനസിക തലത്തിലൂടെ കടന്നു പോകുന്ന ഭഗത്ത്. നമുക്ക് നോക്കാം ഇൻ ദി എൻഡ് എന്താണ് സംഭവിക്കുന്നത്. इतने में 2 आदमी आते दिखाई दिए. दोनों बातें करते चले आ रहे थे. चड्ढा बाबू का घर उजड़ गया. वही तो एक लड़का था. भगत के कान में यह आवाज़ पड़ी. പാതിരാത്രിയാണെങ്കിലും ചർച്ച മുഴുവനും വഴിയിൽ ചഡ്ഡ ഡോക്ടറിൻ്റെ മകനെ പറ്റിയാണ്. അപ്പോൾ ഒരു വ്യക്തി പറയാണ് അയാളുടെ ജീവിതമേ പോയി, കാരണം ആകെ ഒരു മകനുണ്ടായിരുന്നു.
भगत के कान में यह आवाज़ पड़ी। उसकी चाल और भी तेज़ हो गई। थकान के मारे पाँव न उठते थे। शिरोभाग इतना बढ़ा जाता था मानो अब मुंह के बल गिर पड़ेगा. അയാളുടെ ശിരോഭാഗ്, അയാളുടെ ആ തല, അപ്പർ ബോഡി, അയാളുടെ ആ ബോഡിയുടെ അപ്പർ പാർട്ട് അങ്ങ് ഭയങ്കര ഹെവി ആയിട്ട് അയാൾ ഇപ്പം വീഴൂ എന്നുള്ള രീതിയിലാണ് നടക്കുന്നത്. കാരണം നല്ല പ്രായമായി. അയാളുടെ ആ ഒരു 80 വയസ്സുള്ള അവസ്ഥയിലെ ഒരു വ്യക്തിയാണ് ഈ പാതിരാത്രിക്ക് ഇറങ്ങി നടക്കുന്നത്. इस तरह वह कोई 10 मिनट चला होगा कि डॉक्टर साहब का बंगला नजर आया. बिजली की बत्तियां जल रही थी मगर सन्नाटा छाया हुआ था. रोने पीटने की आवाज़ भी न आती थी. भगत का कलेजा धक धक करने लगा. ചഡ്ഡ സാഹബിൻ്റെ വീടെത്തി. പക്ഷേ അവിടെ ലൈറ്റൊക്കെ കത്തിയിരിക്കുന്നു. വളരെ സൈലൻസാണ്. സന്നാട്ട ഛായ ഹുവാ ഥാ. പൊതുവേ സൈലൻസാണ്. പക്ഷേ കരയുന്ന സൗണ്ടൊക്കെ നമുക്ക് കേൾക്കാം. भगत का कलेजा धक धक करने लगा. कहीं मुझे बहुत देर तो नहीं हो गई. वह दौड़ने लगा. അപ്പോഴത്തേക്കിന് ആ വയസ്സായ വ്യക്തി അങ്ങ് സ്പീഡിൽ ഓടാൻ തുടങ്ങി. ഞാനങ്ങ് ലേറ്റായോ? കാരണം ഇയാളിത് വാർത്ത അറിഞ്ഞിട്ടും കുറേ നേരം ശങ്കിച്ച് കട്ടിലേ കിടക്കുകയും ഇരിക്കുകയൊക്കെ ചെയ്തു. സമയം കുറേ പോയി. अपनी उम्र में वह इतना तेज कभी न दौड़ा था. बस यही मालूम होता था मानो उसके पीछे മൗത്ത് ദോടി ആ രഹി ഹെ. ഈ 80 വയസ്സുള്ള അവസ്ഥയിൽ അയാൾ ഇതുവരെ ഇങ്ങനെ ഓടിയിട്ടില്ല. ഓടേണ്ട ആവശ്യവും വന്നിട്ടില്ല. നേരത്തെ കഥാകാരൻ സൂചിപ്പിച്ചതാണ്, ഇവർ ഭാര്യയും ഭർത്താവും ചിരിക്കുന്നതും കരയുന്നതും ആരും കണ്ടിട്ടില്ല. ജസ്റ്റ് ഇങ്ങനെ ജീവിച്ചു പോകുന്നു, ശവങ്ങളെപ്പോലെ ഇങ്ങനെ ജീവിച്ചു പോകുന്നു. അപ്പോൾ ആ ഒരു വ്യക്തിക്ക് ഓടേണ്ട കാര്യമില്ല. പക്ഷേ ഇന്ന് അയാൾ ഓടുകയാണ്. 2 बज गए थे. मेहमान विदा हो गए. रोने वालों में केवल आकाश के तारे रह गए थे और सभी रो रो कर थक गए थे. അപ്പോൾ ഏകദേശം 2 മണിയായി. പലരും ഇനിയും ഒരു ഹോപ്പും ഇല്ലയെന്നും പറഞ്ഞ് പലരും വീട്ടിലേക്ക് പോയി. बड़ी उत्सुकता के साथ लोग रह रहा आकाश की ओर देखते थे कि किसी तरह सुबह हो जाए और लाश गंगा की गोद में दी जाए. ആൾക്കാരുടെ ഒരു ഫേഷ്യൽ എക്സ്പ്രഷൻ കണ്ടിട്ട് ഇനിയും വേറെ നിവൃത്തിയൊന്നുമില്ല. രാവിലെ ആവുമ്പം ദാഹസംസ്കാരം നടക്കാം, ഇത്രയേ ഉള്ളൂ. അവരുടെ ഫേഷ്യൽ എക്സ്പ്രഷനിൽ അങ്ങനെയാണ് തോന്നിയത്. सहसा भगत ने द्वार पर पहुंचकर आवाज़ दी. डॉक्टर साहब समझे कोई मरीज़ आया होगा. किसी और दिन उन्होंने उस आदमी को दुत्कार दिया होता, मगर आज बाहर निकल आए. देखा एक बूढ़ा आदमी खड़ा है. कमर झुकी हुई, पोपला मुँह, भौहें तक सफ़ेद हो गई थी. വന്ന് വിളിക്കും. ഡോക്ടർ ചഡ്ഡ വേറൊരു ദിവസമായിരുന്നെങ്കിൽ ദേഷ്യപ്പെട്ടേനെ. കാരണം വല്ല പേഷ്യൻ്റാണ് പാതിരാത്രിക്ക് വന്ന് വിളിക്കുകയെന്ന് വിചാരിച്ചേനെ. പക്ഷേ ഈ ദിവസം അദ്ദേഹം സ്വയം വളരെ ഡൗൺ ആയിരുന്നു. അപ്പോൾ അദ്ദേഹം ഇറങ്ങി വന്ന് കണ്ടതെന്താണ്? ഒരു വളരെ പ്രായം ചെന്നൊരു വ്യക്തി. അയാളുടെ കമർ ഝുക്കി ഹുയി ഹെ, ഷോൾഡേഴ്സ് എല്ലാം ഇങ്ങനെ കൂഞ്ഞു വന്ന്, പോപ്ലാമോ, ആകെ ഒരു, നമ്മൾ പോപ്പല എന്ന് പറയുമ്പോൾ നമ്മുടെ ഹോളോ, നമ്മുടെ മാംസമെല്ലാം ശോഷിച്ചു പോയി, നമ്മൾ വയസ്സാകുമ്പോൾ കുഴിയൊക്കെ വീണ മുഖം. ബോഹേ തക് സഫേദ് ഹോ ഗയി ഥി, പിരികം വരെ വെളുത്തിരിക്കുകയായിരുന്നു. लकड़ी के सहारे काँप रहा था. बड़ी नम्रता से बोले, क्या है भाई, आज तो हमारे ऊपर ऐसी मुसीबत पड़ गई है कि कुछ कहते नहीं बनता, फिर कभी आना. അപ്പോൾ ഡോക്ടർ വളരെ താന്ന സ്വരത്തിൽ പറയും, ദയവേത് വേറൊരു ദിവസം വാ, ഇന്ന് എനിക്ക് തന്നെ ഒരു വലിയ ട്രാജഡിയാണ്, ഒന്നും പറയാനില്ല. इधर 1 महीना तक तो शायद मैं किसी भी मरीज को न देख सकूँगा. ഇന്നല്ല, ഇനി ഒരു മാസത്തേക്ക് എനിക്കിനി ഒരു പേഷ്യൻറ്റിനെ നോക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയ്ക്ക് ഞാൻ മെൻ്റലി ഡൗൺ ആയിരിക്കുകയാണ്. भगत ने कहा, सुन चुका हूँ बाबूजी, इसीलिए आया हूँ. भैया कहाँ हैं? ज़रा मुझे दिखा दीजिए. भगवान बड़ा कारसाज है, मुर्दे को भी जिला सकता है. അപ്പം ഈ ബൂഢ ആദ്മി ഭഗത്ത് പറയും, ഞാൻ എല്ലാം അറിഞ്ഞു, ഞാൻ അറിഞ്ഞിട്ടാണ് വന്നത്. എന്തിയെ മോൻ, എന്തിയെ, എന്നെ ഒന്ന് കാണിക്കേ. ഭഗവാൻ ബഡാ കാർസാജ് ഹെ, ഈശ്വരനാൽ അസാധ്യമായ ഒന്നുമില്ല, ഒന്നെന്നെ കാണിക്കും മകനെ. चड्ढा ने व्यथित स्वर से कहा, चलो देख लो, मगर 3-4 घंटे हो गए, जो कुछ होना था हो चुका. बहुतेरे झाड़ने फूंकने वाले देख देख कर चले गए. ശരി, എങ്കിൽ വന്ന് കണ്ടോളൂ, പക്ഷേ ഇനി നോക്കിയിട്ടും കാര്യമില്ല. 3-4 മണിക്കൂറായി. കാരണം വിഷം അങ്ങുള്ളിലോട്ട് എല്ലായിടവും സ്പ്രെഡായി കാണും. 3-4 മണിക്കൂറായി. डॉक्टर साहब को आशा तो क्या होती. हाँ, बूढ़े पर दया आ गई. अंदर ले गए. भगत ने लाश को 1 मिनट तक देखा.
तब मुस्कुरा कर बोला, अभी कुछ नहीं बिगड़ा है बाबूजी, यह नारायण चाहेंगे तो आध घंटे में भैया उठ बैठेंगे. പക്ഷേ കുട്ടിയെ കണ്ട ഉടനെ തന്നെ, കൈലാഷിനെ കണ്ട ഉടനെ തന്നെ ഭഗത് പറയും, കുഴപ്പമില്ല, ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യാം, കുട്ടി ഇപ്പം സുഖമായി എണ്ണീക്കും. आप नाहक दिल छोटा कर रहे हैं, ज़रा कहारों से कहिए पानी तो भरे. അപ്പോൾ ഇനി അവരോട് പറയും, കഹാർ അവിടെ വെളി നിൽപ്പുണ്ട്, അവരോട് പറയും കുറച്ച് വെള്ളം വേണം, അത്യാവശ്യം കുറേ വെള്ളം വേണം, അപ്പം വെള്ളം കോരാൻ പറയും. कहारों ने पानी भर भर कर कैलाश को नहलाना शुरू किया. पाइप बंद हो गया था. कहारों की संख्या अधिक न थी, इसलिए मेहमानों ने अहाते के बाहर के कुएं से पानी भर भर कर कहारों को दिया. मृणालिनी कलसा लिए पानी ला रही थी. बूढ़ा भगत खड़ा मुस्कुरा मुस्कुरा कर मंत्र पढ़ रहा था, मानो विजय उसके सामने खड़ी है. കുറേ വെള്ളം കോരിപ്പിച്ചു ആൾക്കാരെ കൊണ്ട്. എന്നിട്ട് ഭഗത്ത് മന്ത്രം ചൊല്ലാൻ തുടങ്ങി. जब एक बार मंत्र समाप्त हो जाता तब वह एक जड़ी कैलाश के सिर पर डाले गए और न जाने कितनी बार भगत ने मंत्र फूका. അപ്പോൾ ഏതോ മരുന്നും അയാൾ കരുതിയിട്ടുണ്ട്, ഒരു ജഡി ബൂട്ടി, ഒറ്റമൂലി മരുന്ന്. അത് കൈലാഷിൻ്റെ തലയിൽ വെക്കും, പിന്നെ വെള്ളം ഒഴിക്കും, മന്ത്രം ചൊല്ലും. आखिर जब उषा ने अपनी लाल लाल आँखें खोली तो कैलाश की भी लाल लाल आँखें खुल गई. एक क्षण में उसने अंगड़ाई ली और पानी पीने को मांगा. അങ്ങനെ അതിരാവിലെ ആയപ്പോഴത്തേക്കിന് കൈലാഷ് കണ്ണ് തുറന്നു. डॉक्टर चड्डा ने दौड़कर नारायणी को गले लगा लिया. नारायणी दौड़कर भगत के पैरों पर गिर पड़ी और मृणालिनी कैलाश के सामने आंखों में आंसू भरे पूछने लगी, अब कैसी तबीयत है. അങ്ങനെ നാരായണി ഈ ഭഗത്തിൻ്റെ കാൽക്ക് വീഴും, പയ്യൻ്റെ അമ്മ. ചഡ്ഡ എല്ലാവരും വളരെ ഹാപ്പിയാവും, മൃണാലിനി ഹാപ്പിയാവും. एक क्षण में चारों तरफ खबर फैल गई. मित्रगण मुबारकबाद देने आने लगे. डॉक्टर साहब बड़े श्रद्धा भाव से हर एक के सामने भगत का यश गाते फिरते थे. सभी लोग भगत के दर्शनों के लिए उत्सुक हो उठे, मगर अंदर जाकर देखा तो भगत का कहीं पता न था. അപ്പോൾ ഈ ഒരു വാർത്ത എല്ലായിടത്തും അങ്ങ് സ്പ്രെഡായി. കാരണം ഇത്രയും ചമത്കാരി ഒരു കാര്യമാണ് നടന്നത്, അല്ലേ? സർപ്രൈസിങ് ആണ്. എല്ലാവരും കൈ ഒഴിഞ്ഞ ഒരു സ്ഥലത്ത് ഒരു ഡോക്ടർ മുമ്പേ നിൽക്കുന്നു, അച്ഛൻ ഡോക്ടർ നിൽക്കുന്നു, അച്ഛന് പറ്റിയില്ല, വേറെ വൈദ്യന്മാർക്ക് പറ്റിയില്ല, എല്ലാവരും കൈ ഒഴിഞ്ഞെടുത്ത് ഒരു വയസ്സായ വ്യക്തി വന്ന് ഈ പയ്യനെ ജീവിതത്തിലേക്ക് തിരിച്ച് ആനയിക്കുകയാണ്. അപ്പോൾ അതൊരു വലിയ വാർത്തയാണ്. എല്ലാവരും ഈ ഒരു വ്യക്തിയെ കാണാൻ വേണ്ടി വളരെ കൗതുകത്തോടെ വരുമ്പോൾ അവിടെ ഭഗത്തിനെ കാണാനില്ല. नौकरों ने कहा, अभी तो यहीं बैठे चिलम पी रहे थे, हम लोग तंबाकू देने लगे तो नहीं ली, अपने पास से तंबाकू निकाल कर भरी. അപ്പോൾ സർവൻസ് പറയും, അയ്യോ ഇപ്പോൾ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു, ഞങ്ങൾ അയാൾക്ക് തമ്പാക്കു വലിക്കാൻ കൊടുത്ത്, ഇവർ സിഗരറ്റിന് പകരം വലിക്കുന്ന അത് കൊടുത്തപ്പോൾ അയാൾ ഞങ്ങൾ ഓഫർ ചെയ്തത് എടുക്കാതെ അയാൾ സ്വയം കൊണ്ടുവന്നത് എടുത്തു. അപ്പോൾ അയാളുടെ ഒരു ശാഠ്യം നോക്കണേ. ഭഗത്ത് ഈ തമ്പാക്കു തന്നെ നമ്മൾ നേരത്തെ കണ്ടതാണ് അയാളുടെ വൈഫ് പറയുന്നത്, കടമായിട്ടാണ് വാങ്ങിക്കുന്നത്, ഇവർക്ക് അതിനുള്ള പൈസ കൊടുക്കാൻ പോലും ഇല്ല, തീരെ ദാരിദ്ര്യമാണ്. എന്നിരുന്നാലും ഇവിടെ വന്നിട്ട് അയാൾ ഈ വീട്ടിനൊരു ഉപകാരം ചെയ്തിട്ട് കൂടി ഇവരുടെ തമ്പാക്കു അയാൾ അക്സെപ്റ്റ് ചെയ്തില്ല. അപ്പോൾ ഡോക്ടർ ചഡ്ഡാടെ ഒന്നും തന്നെ അയാൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്ന് അയാൾ അത്രയ്ക്ക് വാശി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. यहाँ तो भगत की चारों ओर तलाश होने लगी और भगत लपका हुआ घर चला आ रहा था कि बुढ़िया के उठने से पहले पहुंच जाऊं. जब मेहमान लोग चले गए तो डॉक्टर साहब ने नारायणी से कहा, बुढ़ा न जाने कहाँ चला गया, एक चिलम तंबाकू का भी रवादार न हुआ. അപ്പോൾ എല്ലാവരും പോയി കഴിഞ്ഞ് ഡോക്ടർ ചഡ്ഡ ഭാര്യയോട് പറയും, ആ വയസ്സായ വ്യക്തി എവിടെ പോയോ എന്തോ, അയാൾ ഒരു തമ്പാക്കു പോലും നമ്മുടെ ഇന്ന് മേടിച്ചില്ല. എന്നുവെച്ചാൽ ആ ഒരു അയാളോടുള്ളൊരു കടപ്പാട് ഇനിയും ഡോക്ടർ ചഡ്ഡയ്ക്കും ഭാര്യയ്ക്കും ജീവിതകാലം മുഴുവനും ബാക്കി നിർത്തിയിട്ടാണ് ഭഗത്ത് പോയത്. ഇപ്പോൾ ഇത്രയും വലിയ ഉപകാരം ചെയ്തതിന് ഭഗത്ത് ഒരു വലിയ എമൗണ്ട് കാശോ സ്വത്തോ, കാരണം നേരത്തെ ഈ മകൻ ഇങ്ങനെ മരണതുല്യമായി കിടക്കുമ്പം ചഡ്ഡ പറഞ്ഞതാണ്, ആരെയും വിളി, ഏതെങ്കിലും വൈദ്യനെയോ ആരെയും വിളി, ഞാൻ എൻ്റെ സ്വത്ത് മുഴുവനും തരാൻ തയ്യാറാണ്, ഞാൻ തെരുവിലിറങ്ങാൻ തയ്യാറാണ്. പക്ഷെ ഒരു നയാ പൈസ പോലും ഭഗത്ത് വാങ്ങിച്ചില്ല. അപ്പോൾ അതാണ് ഭഗത്തിൻ്റെ ഒരു വിജയം. नारायणी बोली,
मैंने तो सोचा था इसे कोई बड़ी रकम दूंगी. അപ്പം നാരായണി പറയണ ഞാൻ അയാൾക്കൊരു നല്ലൊരു എമൗണ്ട് കൊടുക്കാൻ മനസ്സിൽ കരുതിയതാണ്. ചഡ്ഡ പറയാണ്, रात को तो मैंने नहीं पहचाना पर ज़रा साफ हो जाने पर पहचान गया. एक बार यह एक मरीज़ को लेकर आया था. मुझे अब याद आता है कि मैं खेलने जा रहा था और मरीज़ को देखने से इनकार कर दिया था. आज उस दिन की बात याद करके मुझे जितनी ग्लानि हो रही है उसे प्रकट नहीं कर सकता. मैं उसे अब खोज निकालूंगा और उसके पैरों पर गिरकर अपना अपराध क्षमा कराऊंगा. അപ്പോൾ ചഡ്ഡ പറയുമ്പോൾ എനിക്ക് രാത്രിയിൽ അയാൾ കയറി വന്നപ്പോൾ എനിക്ക് അയാളെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ പകൽ അല്പം തെളിച്ചം വന്നപ്പം എനിക്ക് അയാളെ മനസ്സിലായി, ഞാൻ അയാളെ റെക്കഗ്നൈസ് ചെയ്തു. ഇയാൾ പണ്ടൊരു പേഷ്യൻറ്റുമായിട്ട് നമ്മുടെ ഇവിടെ വന്നിരുന്നു. പക്ഷേ ഞാൻ അന്ന് ഗോൾഫ് കളിക്കാൻ പോകുന്ന ഒരു ധൃതിയിൽ ആ പേഷ്യൻറ്റിനെ നോക്കിയില്ല. ഇപ്പോൾ എനിക്കത് ഓർത്തിട്ട് വളരെയധികം കുറ്റബോധം. കാരണം ഈ വ്യക്തി ഈ 2 മണിക്ക് ഓടിക്കിതച്ച് ഇവിടെ വന്നു നമ്മുടെ മകനെ നോക്കാൻ വേണ്ടി. പക്ഷെ ഞാൻ എൻ്റെ വീട്ടിൽ വന്ന പേഷ്യൻറ്റിനെ നോക്കിയില്ലല്ലോ. അപ്പോൾ അത് എൻ്റെ ഉള്ളിലൊരു വലിയ കുറ്റബോധം ഉണർത്തിയിരിക്കുകയാണ്. वह कुछ लेगा नहीं यह जानता हूँ. उसका जन्म यश की वर्षा करने ही के लिए हुआ है. उसकी सज्जनता ने मुझे ऐसा आदर्श दिखा दिया है जो अब से जीवन पर्यंत मेरे सामने रहेगा. അയാൾ ഒരു നയാ പൈസ പോലും മേടിക്കാതെ പോയി കളഞ്ഞത് അതെന്തിനാണ്? അയാളുടെ ആ ഒരു ആദർശ്, അയാളുടെ ആ ഒരു പ്രൊഫഷനോടുള്ള ഒരു ആത്മാർത്ഥത, അത് ഞാനും ഇനിയും അതൊരു പാഠമായിട്ടെടുത്ത് ഇനി ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഞാനും ആ രീതിയിലാകാനുള്ളൊരു മന്ത്രമാണ് ഓതിയിട്ട് അയാൾ പോയത്. ഈ മൈ ഉസ്കി യശ് കി വർഷ കറൂങ്ക, അയാളുടെ ജന്മം തന്നെ സ്വത്തിന് വേണ്ടിയല്ല, പക്ഷേ യശസ്സിന് വേണ്ടിയാണ്. കാരണം ഞാനിനി എൻ്റെ ഓരോ നിമിഷവും ഇത് ഓർക്കും. ഞാൻ ചെയ്ത ഒരു സെൽഫിഷ് പ്രവൃത്തിയും ആ വ്യക്തിയുടെ ഒരു സെൽഫ്ലെസ് ത്യാഗവും. അപ്പോൾ അത് മുന്നിൽ വെച്ചുകൊണ്ട് ഞാൻ അയാളുടെ യശ് കീർത്തി കറൂങ്ക. ഞാനിനി നാച്ചുറലി ചഡ്ഡ ഇനി തൻ്റെ പ്രൊഫഷനിലെ മറ്റ് ഡോക്ടേഴ്സിൻ്റെ അടുത്തും എല്ലാം ഇതൊരു മാതൃകയായിട്ട് പറയും. അപ്പോൾ അതാണ് ആ ഒരു ലോകത്തിനെ ഒരു കൂടുതൽ മനോഹരമാക്കാനുള്ളൊരു മന്ത്രം ഈ ഒരു ഭഗത്ത്, 80 വയസ്സുള്ള ഭഗത്ത്, ഒരു വിദ്യാഭ്യാസവും ഇല്ലാത്ത ഭഗത്ത് ലോകത്തിന് സമ്മാനിച്ചത്. അപ്പോൾ ഒരു വലിയ മെസ്സേജിലൂടെയാണ് പ്രേംചന്ദ് ഈ ഒരു സ്റ്റോറി അവസാനിപ്പിക്കുന്നത്. ഏതൊരു വ്യക്തിയുടെയും പ്രൊഫഷനിൽ അതിൻ്റേതായ ഒരു മാന്യതയും അതിൻ്റേതായ ഒരു ആത്മാർത്ഥതയും നമ്മൾ കാണിച്ചിരിക്കണം. അതാണ് നമ്മളോടുള്ള ഒരു മന്ത്രം ഈ സ്റ്റോറി ഓതുന്നത്.